എല്ലാവർക്കും നമസ്കാരം. ശുഭരാത്രി. ഓരോ വെള്ളിയാഴ്ചകളിലും നമ്മളിങ്ങനെ ഓരോ പൊതുവിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു പോകുന്നു. അപ്പോ ഏറ്റവും ലളിതമായിട്ടുള്ള വിഷയമായിരിക്കണം ഇവിടെ അവതരിപ്പിക്കേണ്ടത് എന്ന ധാരണയിലാണ് ഈ പ്രഭാത സത്സംഗത്തിൽ എടുക്കുന്ന വിഷയങ്ങളൊന്നും ഇവിടെ കൊണ്ടുവരാത്തത്. ഇവിടുത്തെ വിഷയങ്ങൾ ലഘുവായിരിക്കണം എന്നുള്ളത്. പക്ഷെ ആളുകൾക്ക് ഗുണപരമാവുകയും വേണം. അങ്ങനെ സിമ്പിൾ ആയിട്ടുള്ള വിഷയങ്ങൾ അന്വേഷിക്കുമ്പോൾ ഒളിമ്പസിന് സിമ്പിൾ വിഷയങ്ങൾക്ക് വിഷയദാരിദ്ര്യമാണല്ലോ. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ മാളുവിനോട് ഒരു പുതിയ വിഷയം സജസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പുള്ളി മൊബൈൽ എടുത്തിട്ട് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും. ഭയങ്കര ഡിസ്റ്റോർഷൻ എന്ന് വെച്ചാൽ ഇവിടെ ഞാനൊരു സബ്ജക്ട് കിട്ടാണ്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോഴാണ് പുള്ളി മൊബൈൽ തോണ്ടുന്നത്. എന്റെ ജിജ്ഞാസ ഇതിലല്ല, അതിലാണ് എന്ന് പറഞ്ഞതിൽ നിന്ന് തുടങ്ങിയതാണ് ഈ സംഭവം. ഗുണമൊന്നും ഇല്ലാത്തവരാണ് ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ വാചകത്തിൽ നിന്നാണ് തുടക്കം. അപ്പോ അതുണ്ടാകാറുണ്ട് അല്ലെ, ഗുണമൊന്നും ഇല്ലാത്ത കാര്യങ്ങളോട് ഉള്ള ജിജ്ഞാസ നമുക്ക് ഉണ്ടാകാറുണ്ട്. ഈ ഗുണമില്ലാത്ത കാര്യങ്ങളുടെ ജിജ്ഞാസയുടെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമ്മളെയും കൊണ്ട് അതങ്ങ് പോകും. അപ്പൊ ആധുനിക തലമുറയുടെ ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത് ഒരു കാര്യവുമില്ലാത്ത, ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറെ കാര്യങ്ങൾ അവിടെ അവർക്ക് മുന്നിൽ വന്നു ചേരുന്നു. അവർ ആ വിഷയങ്ങളുടെ പുറകെ പോകുന്നു. യഥാർത്ഥ വിഷയങ്ങളിൽ നിന്നും അവർ മാറി നിൽക്കുന്നു. ഇതൊരു രാഷ്ട്രീയ ആവശ്യം കൂടെയാണ്. ഒരു കൂട്ടം ആളുകൾ യഥാർത്ഥത്തിലുള്ള പ്രശ്നങ്ങളിൽ നിന്നും മാറി വേറെ കുറച്ച് കാര്യങ്ങളുടെ പുറകെ പോവുക, പ്രത്യേകിച്ച് മാർക്കറ്റിന്റെ പുതിയ ട്രെൻഡുകളുടെ പുറകെ ഒക്കെ പോവുക എന്നുള്ളത് ഈ ആധുനിക ഉപഭോഗ സംസ്കാരത്തിന്റെ ഒരു ആവശ്യം കൂടെയാണ്. അതുകൊണ്ട് നമ്മളെ ഇങ്ങനെ വഴിമാറ്റി വിടാനുള്ള ഒരു മാർഗമാണ് ഈ നമ്മുടെ മൊബൈലും ടിവിയും വഴിയൊക്കെ നമ്മുടെ മുന്നിൽ വരുന്ന അഡ്വർടൈസ്മെന്റ് ഒക്കെ. നമുക്കൊരു ആവശ്യമില്ലാത്തതിനെയാണല്ലോ ആവശ്യമാണെന്ന് അവിടെ നമ്മുടെ മുന്നിൽ ധരിപ്പിക്കുന്നത്. അപ്പോ ഈ ജിജ്ഞാസ എന്നുള്ള ആ ഒരു കാര്യത്തെ നമ്മൾ അറിയാതെയാണ് നമ്മൾ ഇതിന്റെ പുറകെ പോകുന്നതെങ്കിൽ നമ്മൾ എവിടെ വഴിതെറ്റുന്നു, എത്രത്തോളം ദൂരത്തേക്ക് പോകുന്നു എന്ന് നമുക്കറിയില്ല. അപ്പോ അറിഞ്ഞുകൊണ്ടുള്ള ജിജ്ഞാസ എന്താണെന്ന് അറിഞ്ഞുകൊണ്ടുള്ള ഒരു ജിജ്ഞാസ അതുണ്ടെങ്കിൽ നമുക്ക് മെയിൻറ്റെയിനബിൾ ആകും. കാര്യങ്ങളെ കുറച്ചുകൂടെ ഫലവത്തായി കൊണ്ടുപോകാൻ കഴിയും. അതുകൊണ്ടാണ് നമ്മൾ ഈ ജിജ്ഞാസയുടെ ഒരു ജീവശാസ്ത്രത്തെ കുറിച്ച് അറിയേണ്ടത്. അപ്പൊ ജിജ്ഞാസ എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കൊന്ന് ആലോചിച്ചു തുടങ്ങാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി തോന്നിയ ആ ക്യൂരിയോസിറ്റി എന്നുള്ളത് ചെറിയൊരു മൊമെന്റിലാകാം. നിങ്ങൾ മൊബൈൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ തോണ്ടി നോക്കിയതാകാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു കാര്യത്തിന്റെ പുറകെ പോയതാകാം. എന്താണെങ്കിലും ജിജ്ഞാസ എന്നുള്ളത് കൊണ്ട് ജിജ്ഞാസ നിങ്ങൾ ഉദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന്റെ പുറകെ കുറച്ചു കാലം പോകും, കുറച്ച് സമയം, കുറച്ച് നിമിഷം പോകും. ഒരു പട്ടി ഒരിടത്ത് കിടക്കുമ്പോൾ അപ്പുറത്ത് ഒരു ചെറിയ കല്ല് വീണാൽ ഉടനെ എഴുന്നേറ്റ് നിൽക്കും. അതെന്താ സംഭവം എന്ന് വെച്ചാൽ കാവലാളാണ് പട്ടി. കാവല് നിൽക്കുന്ന ഇടത്ത് എന്തൊക്കെ നടക്കുന്നു എന്നുള്ളത് പുള്ളി അറിയേണ്ടത് പുള്ളിയുടെ അവബോധത്തിന്റെ ജാഗ്രതയുടെ ഭാഗമായിരിക്കേണ്ടതാണ്. ആ ജാഗ്രതയുടെ ഭാഗമായിരിക്കേണ്ടുന്ന ആ ഒന്ന് തന്റെ അറിവിൽപ്പെടാത്ത ഒരു കാര്യം അവിടെ വരുന്ന സമയത്ത് അതെന്ത് എന്നറിയാൻ വേണ്ടിയുള്ള ഒരു എക്സ്റ്റൻഷൻ, ജാഗ്രതയുടെ ഒരു എക്സ്റ്റൻഷനാണ് ജിജ്ഞാസയായിട്ട് പുറപ്പെടുന്നത്. അപ്പോ ജിജ്ഞാസ എന്താണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ആദ്യം ജിജ്ഞാസ എന്നുള്ളത് അറിവിലേക്കുള്ള ഒരു ചുവടാണല്ലോ അല്ലെ. ഒരു ജിജ്ഞാസ എന്താണെന്ന് അറിയാൻ ഉള്ള താല്പര്യം, അതെന്താ എന്നറിയാനുള്ള താല്പര്യം. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉണ്ടായ അതെന്തെന്ന് അറിയാനുണ്ടായ ഒരു താല്പര്യം ഒരു 4-5 ഓർത്തു പോകും. അതില് മൊബൈലിൽ തോണ്ടിയത് അടക്കണ്ടോ, നിങ്ങളുടെ വഴിമാറിപ്പോയി എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന ഒരു അവസ്ഥയെ കുറിച്ചാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. വഴിമാറിപ്പോയി എന്ന് തോന്നിയ ഒരു കാര്യം, അത് ചിലപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്ന് തോന്നുന്ന ഒരു കാര്യത്തിൽ ഇടപെടുമ്പോൾ പോലും അതിലൊരു ആവശ്യമില്ലാത്ത ഒരു വഴി നമ്മൾ കയറിപ്പോകും. പൊതുവെ യൗക്തികരുടെ ഒരു പ്രശ്നമാണ്. നമുക്കൊരു കാര്യം കിട്ടിയാൽ അതിനെ ഒരു കാര്യമില്ലാതെ വിശകലനം ചെയ്തു പോകും. ആ വിശകലനം ചെയ്യുന്നത് കൊണ്ട് എന്തെങ്കിലും ഫലമുണ്ടോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഉണ്ടാവണമെന്നൊന്നുമില്ല. പക്ഷെ നമ്മൾ അതിന്റെ പുറകെയൊക്കെ പോകും. അങ്ങനെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അപ്പോഴാണ് നമുക്കിത് കണക്ട് ചെയ്യാൻ പറ്റുക. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇത് കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ വെറുതെ ജിജ്ഞാസ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഒരു ക്ലാസ്സിൽ ഇരുന്നു എന്നുള്ള ഫലം മാത്രമായിരിക്കും ഉണ്ടാവും.
ഇപ്പൊ ജിജ്ഞാസ എന്നുള്ള അറിവിന്റെ എക്സ്പാൻഷൻ ആണ്. ഈ അറിവെന്ന് പറയുന്നത് എന്താണ്? നമ്മൾ നേരത്തെ പലതവണ ചർച്ച ചെയ്തിരുന്നതാണ്. അറിവെന്ന് പറയുന്നത് അനുരൂപനമാണ്, പൊരുത്തപ്പെടാനുള്ള ശേഷിയാണ് അറിവെന്ന് പറയുന്നത്. ജ്ഞാനം എന്ന് പറയുന്നത് പൊരുത്തപ്പെടാനുള്ള ശേഷി. ഞാൻ എന്നുള്ള ഒരു വ്യവസ്ഥ ഇവിടെ ഉണ്ട്. എനിക്ക് ചുറ്റുപാടുമായിട്ട്, എന്റെ ചുറ്റുപാടെന്ന് പറയുമ്പോൾ എന്റെ അകത്തൊരു ചുറ്റുപാടുണ്ട്, പുറത്തൊരു ചുറ്റുപാടുണ്ട്. ഈ അകത്തോ പുറത്തോ ഉള്ള ചുറ്റുപാടുകളുമായി പൊരുത്തമാകാനുള്ള എന്റെ കഴിവിനെയാണ് അറിവ് എന്ന് പറയുന്നത്, ജ്ഞാനം എന്ന് പറയുന്നത്. പൊരുത്തമാകുക എന്ന് വെച്ചാൽ അറിയില്ല. ഇപ്പൊ നമ്മളൊരു ഒരു ഒരു ഗ്ലാസ് വെള്ളം അല്ലെങ്കിൽ ഒരു വെള്ളം ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നു. ആ വെള്ളം ചെന്നിട്ട് ആ ഗ്ലാസിന്റെ രൂപത്തിൽ ഇങ്ങ് പരുവപ്പെടും. ആ പരുവപ്പെടാനുള്ള വഴക്കം അതുണ്ട്, ഈ വെള്ളത്തിനുണ്ട്. ആ വഴക്കമുള്ളത് കൊണ്ടാണ് അതിനെ രൂപപ്പെടാൻ പറ്റുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ ചുറ്റുപാടുള്ള എന്തിനോടെങ്കിലും പൊരുത്തമാകാൻ, അതിന്റെ രൂപത്തിലേക്ക് ആകണമെങ്കിൽ നമുക്കൊരു വഴക്കം വേണം. ഞാനൊരു കസേര കാണുന്നു, കസേരയുടെ ഷേപ്പ് ഈ 4 എന്നിട്ടതുപോലെയാണ്. കസേരയിൽ ഞാൻ ഇരിക്കണമെങ്കിൽ എന്റെ ശരീരത്തെ അതിനനുസരിച്ച് അനുരൂപപ്പെടുത്തേണ്ടതുണ്ട്. അതിനെ ഇങ്ങനെ മടക്കി അതിനകത്ത് ഈ 4 എന്നുള്ള ഷേപ്പിലാക്കുമ്പോൾ എനിക്ക് അതിനോട് പൊരുത്തമാകാൻ കഴിയും. അങ്ങനെ പൊരുത്തമാകാനുള്ള എന്റെ കഴിവ്, അതാണ് ശരിക്കും ഒറിജിനൽ ആയിട്ടുള്ള ജ്ഞാനം. ആ കഴിവ് അത് ജന്മസിദ്ധമായി എന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഫ്ലെക്സിബിലിറ്റിയാണ്. വേണ്ടപ്പോഴൊക്കെ ഞാൻ എന്റെ ശരീരത്തെ വളച്ചൊടിച്ച് കസേരയിലേക്ക് കൊണ്ടിരുത്തും, അല്ലെ? ആ അറിവാണ് ശിക്ഷണം കൊണ്ടുണ്ടായ അറിവ്. വേണ്ടപ്പോൾ നമ്മൾ അതിനു മുമ്പ് അതുപോലെ ഇരുന്നിട്ടുണ്ട്. അങ്ങനെ വീണ്ടും വീണ്ടും ഇരിക്കുമ്പോൾ നമുക്കത് അങ്ങനെ ഒരു കസേര കാണുന്ന സമയത്ത് നമുക്ക് അതുപോലെ ഇരിക്കാൻ കഴിയും. എല്ലാവർക്കും കസേരയിൽ ഒരു സുഖകരമായ രീതിയിൽ ഇരിക്കാൻ കഴിയണമെന്നില്ല. ഒരു കസേര, ആ കസേരയുടെ രൂപത്തിൽ ഇരുന്ന് ശീലിച്ചവർക്കാണ് അതിനകത്ത് സുഖമായിട്ടിരിക്കാൻ പറ്റുക. പുതിയ ഒരാൾക്ക് പുതിയൊരു കസേര കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അതിനകത്തേക്ക് ഒന്ന് ഒതുങ്ങണമെങ്കിൽ അല്പം സമയമെടുക്കും. കാരണം അയാൾക്ക് ശിക്ഷണം കിട്ടണം. അതാണ് രണ്ടാമത്തെ. അതായത് ജന്മസിദ്ധമായി കിട്ടുന്ന വഴക്കം 1, 2 പരിശീലനം കൊണ്ട് കിട്ടുന്ന വഴക്കം രണ്ടാമത്തേത്. മൂന്നാമത്തേത്, ഇങ്ങനെയാണ് ഞാൻ വളയേണ്ടത്. കസേര കാണുമ്പോൾ കസേരയ്ക്ക് ഇങ്ങനെ ഒരു വളവുണ്ട്, ആ കസേരയിലേക്ക് ഞാൻ ഇങ്ങനെയാണ് വളയേണ്ടത് എന്നതിനെ കുറിച്ചുള്ള മുൻകൂറുള്ള ചിത്രം, നമ്മുടെ മനസ്സിലുള്ള ധാരണ. ഈ ധാരണയാണ് മൂന്നാമത്തെ ജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോ ആദ്യത്തേത് സഹജമായുള്ള നമുക്ക് ജന്മസിദ്ധമായി കിട്ടുന്ന വഴക്കം. ആ വഴക്കം കൊണ്ട് നമുക്ക് ഒന്നിനോട് പൊരുത്തമാകാൻ പറ്റുന്നു. അതാണ് ഒന്നാമത്തെ ജ്ഞാനം, ജന്മസിദ്ധമായ ജ്ഞാനം. രണ്ടാമത്തത് അത് ശീലനം കൊണ്ട്, പരിശീലനം കൊണ്ട് നമുക്ക് അത്തരം ഒരു വഴക്കം ഉണ്ടാകുന്നു. ആ വഴക്കത്തിലേക്ക് പോകുമ്പോൾ അത് രണ്ടാമത്തെ ശിക്ഷിതാവബോധം എന്ന് പറയുന്ന രണ്ടാമത്തെ ജ്ഞാനം. മൂന്നാമത്തേത് അങ്ങനെ ഒന്നുണ്ട് എന്നുള്ളത്, കസേരയുടെ വളവ് 4 എഴുതിയതുപോലെയാണെന്നും അതുപോലെയാണ് ഞാൻ ഇരിക്കേണ്ടതെന്നും ഉള്ള ധാരണ. ആ ധാരണയെ നമ്മൾ വിശ്വാസം എന്നൊക്കെ പറയാം. അതാണ് മൂന്നാമത്തെ ജ്ഞാനം. നാലാമത്തേത്, നമ്മൾ കസേര കാണുന്നു, ആ കാണുന്ന കസേരയെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നു നമ്മൾ ഇങ്ങനെ വളഞ്ഞാലാണ് മുമ്പിൽ ഇരിക്കാൻ പറ്റുക. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് വളയേണ്ടത് എന്ന് യുക്തി കൊണ്ട് ഭാവന ചെയ്തുണ്ടാക്കുന്ന ജ്ഞാനം. അതിനെയാണ് ഭാവന എന്ന് പറയുക, ഇമാജിനേഷൻ എന്ന് പറയുക. അത് യുക്തിയുടെ സ്വാധീനം, ചിത്രീകരണത്തിന്റെ സ്വാധീനമെല്ലാം അതിനകത്തുണ്ടായിരിക്കും. ചിത്രീകരണം ഇല്ലാതെ വരുന്ന യുക്തിക്ക് യാഥാർത്ഥ്യബോധം ഉണ്ടാവണം എന്നില്ല. നമ്മുടെ ശാസ്ത്രബോധം എന്ന് പറയുന്നതൊക്കെ അങ്ങനെ ആ രൂപത്തിലാണ് വരുന്നത്. നമുക്ക് കൃത്യമായി കാര്യങ്ങൾ അറിയില്ല, പക്ഷെ നമ്മൾ വായിച്ചുണ്ടാക്കി നമുക്കൊരു കാര്യം കണ്ടു, ആ കാര്യം കണ്ടു, അപ്പോൾ നമ്മൾ അതിലൂടെ അനുരൂപപ്പെടാനുള്ളത് ഇങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മുടെ യുക്തി കൊണ്ട് നമ്മൾ അതിനൊരു ചിത്രീകരണം നടത്തുന്നു. യുക്തി കൊണ്ട് മാത്രം ചിത്രീകരിക്കുമ്പോൾ അത് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ഭാവന, ചിത്രീകരണം നമ്മുടെ ഉള്ളിൽ ഉണ്ടായാൽ മാത്രമേ അത് ഫലവത്താവുകയുള്ളൂ, ഇല്ലെങ്കിൽ അതാവില്ല. പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന ശാസ്ത്രബോധം, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവുന്ന പല കാര്യങ്ങളും സാങ്കേതികതയെ കൈകാര്യം ചെയ്യുന്ന മിക്കവാറും ആളുകൾക്ക് ഉണ്ടാവുന്ന ശാസ്ത്രബോധം എന്ന് പറയുന്നത് ഇത്തരത്തില് യഥാർത്ഥ ഭാവനയില്ലാതെ യാഥാർത്ഥ്യബോധം ഉൾക്കൊള്ളാതെയുള്ള ചിത്രീകരണമാണ്, യൗക്തികമായിട്ടുള്ള പ്രയോഗമാണ്. അഞ്ചാമത്തേത് ഈ ഭാവന എന്നുള്ളത് നാലാമത്തെ. അപ്പൊ സഹജാവബോധം, ശിക്ഷിതാവബോധം, ധാരണാവബോധം, ഭാവനാവബോധം. അത് കഴിഞ്ഞ് അഞ്ചാമത്തേന്ന് പറയുന്നത് പ്രേരണാവബോധമാണ്, പ്രേരണയാണ്. നമ്മൾ പുസ്തകത്തിൽ നിന്നുകൊണ്ട് ഒരു കാര്യം വായിക്കുന്നു. അപ്പൊ വായിക്കുന്ന സമയത്ത് ഇതിങ്ങനെ കസേര എന്നുള്ളത് ഒരു 4 എന്നുള്ള ഷേപ്പിൽ ഒരു ഉപകരണമാണ്, അതിലേക്ക് ഇരിക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തെ ഇടുപ്പിനെയും കാലിനെയും വളച്ചതിന്റെ മുകളിൽ ഇരിക്കണം എന്ന് പറയുന്ന നിർദ്ദേശങ്ങൾ. ഇപ്പൊ കസേരയും നമുക്കറിയില്ല, നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമുക്കറിയില്ല. ഇതൊക്കെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള സംജ്ഞകളാണ്, സൂചനകളാണ്.
ഇതാണ് 5ാമത്തെ അവബോധം അല്ലെങ്കിൽ ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് ബോധവുമാണ് ജ്ഞാനവുമാണ്. അപ്പോ ഒരു കാര്യത്തോട് പൊരുത്തപ്പെടാനുള്ള നമുക്കുണ്ടാകുന്ന ശേഷിയാണ് ജന്മസിദ്ധമായി കിട്ടുന്നത്, അല്ലെങ്കിൽ ശീലനം കൊണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ വിശ്വാസം കൊണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ ഭാവന കൊണ്ട് കിട്ടുന്നത്, അല്ലെങ്കിൽ വെളിയിൽ നിന്നുള്ള സംജ്ഞയുടെ പ്രേരണ കൊണ്ട് കിട്ടുന്നത്. അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വഴക്കത്തെയാണ്, ആ വഴക്കത്തിന്റെ അനുരൂപനത്തെ, വഴക്കത്താൽ ഉണ്ടാകുന്ന അനുരൂപനം, പൊരുത്തമാകലിനെയാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ഇത് എന്തിനാണ് നമ്മൾ അങ്ങനെയാകുന്നത്? എന്തിനാണ് നമ്മൾ ഇങ്ങനെ ജ്ഞാനപ്പെടുന്നത്? ജ്ഞാനത്തിന്റെ ആവശ്യം എന്താ? ജ്ഞാനത്തിന്റെ ആവശ്യം എന്ന് പറയുന്നത് നമ്മൾ നിൽക്കുന്ന ചുറ്റുപാടുമായി ചേർന്നിഴുകി പോകാൻ വേണ്ടിയാണ്. നാം അതിനോടൊന്നും ചേരാതെ നിൽക്കുകയാണ്. ഇപ്പൊ ഒരു ടംബ്ലറിനകത്തേക്ക്, ടംബ്ലറിന്റെ വാവട്ടമുള്ള ഒരു കല്ലെടുത്തിട്ട് കഴിഞ്ഞാൽ ടംബ്ലറിനകത്തേക്ക് കയറാതെ, കുറച്ചു ഭാഗത്ത് കയറി കുറച്ചു ഭാഗത്ത് കയറാതെ, ടംബ്ലറിനകത്തേക്ക് ഒതുങ്ങാതെ അത് അവിടെ നിൽക്കും. അതിനകത്തേക്ക് പിന്നൊന്നും കയറില്ല. കല്ല് വളരെ ഹാർഡാണെങ്കിൽ കല്ലിന് ബുദ്ധിമുട്ടില്ല, ടംബ്ലർ ഹാർഡാണെങ്കിൽ ടംബ്ലറിനും ബുദ്ധിമുട്ടില്ല. പക്ഷെ ഇത് രണ്ടും അല്പം ഫ്ലെക്സിബിലിറ്റി ഉള്ളവയാണെങ്കിൽ ഇതിൽ ഹാർഡായിട്ടുള്ള സംഭവത്തിന് അവിടെ നിൽക്കാൻ കഴിയുമ്പോഴും അതിന്റെ ചുറ്റുപാടിന് അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞു എന്ന് വരില്ല. നോക്കൂ, നമ്മൾ വളരെ ഹാർഡായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെന്നിരിക്കട്ടെ, എന്നുവെച്ചാൽ ഒരു സോഫ്റ്റ് പേഴ്സണാലിറ്റി ഓർ ടഫ് പേഴ്സണാലിറ്റി എന്നുള്ള അർത്ഥത്തില്ല, ഹാർഡ് പേഴ്സണാലിറ്റിയാണ്, റഫ് പേഴ്സണാലിറ്റി ആണെന്നിരിക്കട്ടെ. റഫായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ആണെങ്കിൽ നമ്മൾ ചെല്ലുന്ന ഒരു കമ്മ്യൂണിറ്റി, നമ്മൾ ചെല്ലുന്ന ഒരു എൻവയോൺമെന്റ്, ആ എൻവയോൺമെന്റുമായിട്ട് നമുക്ക് പൊരുത്തമാകാൻ കഴിയില്ല. പക്ഷെ നമുക്കത് തോന്നില്ല, നമ്മൾ ഹാർഡാണല്ലോ, അതുകൊണ്ട് നമുക്കൊന്നും തോന്നില്ല. പക്ഷെ ആ എൻവയോൺമെന്റ് നമ്മളോട് പൊരുത്തമാവില്ല. നമ്മളോട് പൊരുത്തമാകാൻ നിൽക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്ന വിഭവങ്ങൾ തരാനോ സാഹചര്യങ്ങൾ തരാനോ സന്ദേശങ്ങൾ തരാനോ പരിസ്ഥിതിക്ക് കഴിയാതെ വരും. അപ്പൊ നമുക്ക് അവിടെ നിൽക്കാൻ കംഫർട്ടബിൾ ആയിട്ട് തോന്നില്ല. അപ്പൊ നമ്മൾ ഏത് പരിസ്ഥിതിയിൽ ജീവിക്കുന്നു ആ പരിസ്ഥിതിയുമായി കൃത്യമായ രീതിയിൽ അനുരൂപപ്പെടാൻ നമുക്ക് കഴിയുക എന്നുള്ളത് നമ്മുടെ നിലനിൽപ്പിന്റെ ആവശ്യമാണ്. ഈ നിലനിൽപ്പിന്റെ ആവശ്യത്തെ സാധൂകരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ജ്ഞാനം എന്നുള്ള ഒരു ഫാക്കൽറ്റി തന്നിട്ടുള്ളത്. ഇത് പലതരം ഫാക്കൽറ്റികളോടാണ് ഈ ജ്ഞാനം ഉണ്ടാകുന്നത്. അതെന്തായിക്കോട്ടെ, നമുക്ക് അതല്ല നമ്മുടെ വിഷയം എന്നുള്ളത് കൊണ്ട്, ജ്ഞാനമല്ല നമ്മുടെ വിഷയം. പക്ഷെ ജ്ഞാനത്തെക്കുറിച്ച് പറയാതെ ഇതിനകത്തേക്ക് കയറാൻ കഴിയില്ല. ജ്ഞാനമല്ല നമ്മുടെ വിഷയം. ജ്ഞാനത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ക്ലാസ്സുകൾ ഇതിനകത്ത് എടുത്തിട്ടുണ്ട്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ അത് കിടക്കുന്നുണ്ട്, അവയെല്ലാം നിങ്ങൾക്ക് കാണാം. നമ്മുടെ ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് ഈ ജ്ഞാനത്തിന്റെ അളവിലേക്ക് നമ്മൾ പോകുന്നത് എപ്പോഴാണ്? ഒരു പാത്രത്തിൽ വെള്ളം ഇരിക്കുന്നു, അത് മറ്റൊരു പാത്രത്തിലേക്ക് പകരണം. അപ്പം ഈ പാത്രത്തിൽ നിന്നും മറ്റൊരു പാത്രത്തിലേക്ക് പകരുമ്പോഴാണ് അവിടെയും കൂടെ പൊരുത്തമാകുന്ന ഒരു വഴക്കം വെള്ളത്തിന് വന്നു ചേരുന്നത്. ഞാൻ ഈ വീട്ടിൽ താമസിക്കുന്നു, ഈ വീടിന്റെ ചുറ്റുപാടുമായി ഞാൻ രൂപപ്പെട്ടതാണ്, പൊരുത്തമാകലാണ്. ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് സമൂഹവുമായി പൊരുത്തമാകേണ്ടി വരുന്നത്. പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ആവശ്യം എനിക്ക് വരുമ്പോൾ മാത്രമേ, പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പ്രേരണ വരുമ്പോൾ മാത്രമേ എനിക്ക് അതിനോട് അനുരൂപപ്പെടാൻ കഴിയുള്ളൂ. അല്ലാത്തിടത്തോളം കാലം ഞാൻ പുറം ലോകവുമായിട്ട് ഞാൻ പൊരുത്തമാകില്ല, അനുരൂപപ്പെടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ഞാൻ പൊരുത്തമാകേണ്ടി വന്നു കഴിഞ്ഞാൽ, ഞാൻ അവിടേക്ക് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ, എനിക്ക് ആദ്യം പറഞ്ഞ ഹാർഡായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടല്ലോ, ആ അവസ്ഥ എനിക്ക് ഉണ്ടാവുകയും എനിക്ക് അതിനോട് സാഹചര്യത്തോട് പൊരുത്തമാകാൻ പറ്റാതെ വരികയും ചെയ്യും. നമ്മൾ പല വിധത്തിലുള്ള ജീവിതാനുഭവങ്ങളിലൂടെ പോകുന്നവരാണ്. പല ജീവിത സാഹചര്യങ്ങളിൽ ചെല്ലുന്ന സമയത്ത് അവയുമായിട്ട് നമുക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഒന്നും ആലോചിച്ച് നോക്കൂ. നമുക്ക് ഏതെങ്കിലും സാഹചര്യങ്ങളായിട്ട് അനുരൂപപ്പെടാൻ പറ്റാതെ പോകുന്നുണ്ടോ? അതെന്താ വെച്ചാൽ നമ്മൾ അതിലേക്ക് ചെന്നെത്തിയിട്ടില്ല എന്നുള്ളതാണ്. ഈ ജ്ഞാനത്തിന്റെ വികാസമുണ്ടല്ലോ, ജ്ഞാനത്തിന്റെ വികാസം എന്നുള്ളത് സത്യത്തിൽ ഒരു ജീവിയുടെ ശരീരത്തിന്റെ വികാസം തന്നെയാണ്, നമ്മുടെ വ്യക്തിത്വത്തിന്റെ വികാസമാണ്. മനുഷ്യൻ എന്നുള്ള ഒരു ജീവി ഉണ്ടല്ലോ, ജീവിയുടെ വളർച്ചയുടെ ആദ്യപടിയാണ് ഈ ജിജ്ഞാസ എന്നുള്ളത്. ഞാനിപ്പോ നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്നും ഞാൻ കുറച്ചുകൂടെ എക്സ്പാൻഡഡ് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥ. ഇപ്പൊ ഭക്ഷണം വേണമെന്നിരിക്കട്ടെ, ഭക്ഷണം വേണം, എന്റെ ശരീരത്തിന്റെ മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ഭക്ഷണം വേണം. അപ്പൊ ഭക്ഷണം വേണമെങ്കിൽ ഭക്ഷണം വേണമെന്നൊരു ആഗ്രഹം വേണം. ഭക്ഷണം വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടാകുമ്പോൾ എനിക്ക് വിശപ്പ് എന്നുള്ള ഒരു ചോദനയായിട്ട് അത് വെളിയിലേക്ക് വരും. വെളിയിലേക്ക് വരുന്ന സമയത്ത് ഭക്ഷണം എവിടെ എന്നുള്ള ഒരു അന്വേഷണം അവിടെ ഉണ്ടാവും. ഭക്ഷണം ഉള്ള ഇടത്തേക്ക് ഞാൻ എന്നെ വ്യാപിപ്പിക്കും, അല്ലെങ്കിലോ ഭക്ഷണത്തെ എന്നിലേക്ക് സന്നിവേശിപ്പിക്കും. ഭക്ഷണമുള്ളിടത്തേക്ക് എന്നെ വ്യാപിപ്പിച്ചിട്ട് അവിടെ നിന്ന് ഭക്ഷണത്തെ എടുത്ത് എന്നിലേക്ക് സന്നിവേശിപ്പിച്ചിട്ട് ഞാൻ വികസിക്കുന്നു. അങ്ങനെ വികാസത്തിന്റെ ആദ്യ പടിയാണ്, നമ്മുടെ വളർച്ചയുടെ വികാസത്തിന്റെ ആദ്യ പടിയാണ് ഈ ജിജ്ഞാസ എന്നുള്ളത്. അത് വിശപ്പിന്റെ രൂപത്തിൽ വരാം, പ്രണയത്തിന്റെ രൂപത്തിൽ വരാം, അറിവിന്റെ രൂപത്തിൽ വരാം. ഈ അറിവ് എന്നുള്ളത് അതിന്റെ ആദ്യ രൂപമാണ് കേട്ടോ. ഈ അറിവിൽ നിന്നാണ് പിന്നെ ശാരീരിക പ്രവൃത്തിപരമായ വളർച്ച, ചലനപരമായ വളർച്ച,
ഭൗതികമായ വളർച്ചയൊക്കെ നമുക്ക് ഉണ്ടാവുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. അപ്പോ ജിജ്ഞാസ എന്ന് പറയുന്നത് ഈ അറിവിന്റെ വികാസമാണ്. അറിയുക എന്നുള്ളത് അനുരൂപനമാണ്. അനുരൂപനത്തിന്റെ വികാസത്തിന് വേണ്ടിയുള്ള പ്രേരണയാണ് ജിജ്ഞാസ എന്നുള്ളത്. അതിനെക്കുറിച്ച് ചിലർ പറയുന്നത് ഈ പഠനത്തിന്റെ അറിയാനുള്ള ആ ഒരു പഠനമുണ്ടല്ലോ, പഠനത്തിന്റെ വിളക്ക് കൊളുത്തുന്ന തിരിയാണ് ജിജ്ഞാസ. ഇതാണ് വില്യം ആർതർ വാർഡൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് ഞാൻ റെഫർ ചെയ്തപ്പോൾ കിട്ടിയതാണ് കേട്ടോ, ഇത് ഞാൻ വായിച്ചിട്ടുള്ളതല്ല. ഈ സംഭവം ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് വെറുതെ ഒന്ന് ഗൂഗിളിൽ നിന്ന് അന്വേഷിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഈ ജിജ്ഞാസ എന്നുള്ളത് സത്യത്തിൽ നമ്മുടെ അറിവിന്റെ വാതിലുകൾ തുറക്കുന്നതാണ്. നമ്മൾ ശാസ്ത്രത്തിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ശാസ്ത്രം ഇങ്ങനെയാണ് പറയുന്നത്, നമുക്ക് മനസ്സിലാവുന്നത് എങ്ങനെയാണ്? നമ്മുടെ അറിവിനെ വികസിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ്. ഒരു ചെരുപ്പ് കുത്തി പൂരത്തിന് പോയി കഴിഞ്ഞാൽ അവിടെ വരുന്ന ആളുകളെ കാണില്ല, ചെരുപ്പുകളെയാണ് കാണുക എന്ന് പറയാറുണ്ട് അല്ലെ. അയാൾക്ക് പൊരുത്തമാകുന്നത് ചെരുപ്പുകളാണ്. ഈ ചെരുപ്പുകളുടെ ലോകത്താണ് അയാൾ ചെല്ലുന്നത്, ചെരുപ്പുകളെയാണ് കാണുന്നത്, ചെരുപ്പുകളുമായിട്ടാണ് രൂപപ്പെടുന്നത്. അതിന്റെ മുകളിൽ നിൽക്കുന്ന വ്യക്തി അയാളുടെ വിഷയമല്ല. അതുകൊണ്ട് അവിടേക്ക് അയാൾക്ക് വ്യാപിക്കാൻ കഴിയില്ല. ഒരു ചെരുപ്പ് കുത്തിക്ക് അവിടുത്തെ സാമൂഹ്യ സംവിധാനവുമായിട്ട് പൊരുത്തമാകാൻ കഴിയുന്നത് ചെരുപ്പിലൂടെ മാത്രമാണ്. കാരണം അയാളുടെ ജിജ്ഞാസ എന്നുള്ള, അയാളുടെ അറിവെന്ന് പറയുന്നത് ആണ് അയാളുടെ ജീവിതം. അയാളുടെ അറിവെന്ന് പറയുന്നത് ചെരുപ്പിൽ ഒതുങ്ങി നിൽക്കുന്നു. അതിനുമപ്പുറത്തേക്ക് അയാൾക്ക് വികസിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥ ജിജ്ഞാസയുടെ പരിധിയെ നിർണയിക്കുന്നതാണ്. എപ്പോഴും ഇപ്പോ ജിജ്ഞാസ ഉണ്ടാവുന്ന ഇപ്പൊ ചെരുപ്പ് പോരാ, ചെരുപ്പിന്റെ മുകളിലുള്ള കാല് കൂടെ അറിയണം എന്ന് അറിയുന്ന ഒരാൾക്കാണ് ചെരുപ്പിന്റെ നിർമ്മിതിക്ക് അപ്പുറത്തേക്ക്. ഇപ്പൊ ചെരുപ്പ് കുത്തി ചെരുപ്പ് റിപ്പയർ ചെയ്യുന്ന ആളാണെന്ന് ഇരിക്കട്ടെ, അയാൾക്ക് ചെരുപ്പ് റിപ്പയർ ചെയ്താൽ മതി. ചെരുപ്പ് ഉണ്ടാക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് ചെരുപ്പിന്റെ ഷെയ്പ്പ് അറിഞ്ഞാൽ പോരാ, ചെരുപ്പ് എങ്ങനെ തുന്നണം എന്ന് അറിഞ്ഞാൽ പോരാ, ചെരുപ്പിന്റെ അളവിനെ കുറിച്ച് കൂടെ അറിയണം. ഏത് കാലിൽ ഏതൊരു വിധത്തിൽ ആണ് ചെരുപ്പ് ഉണ്ടാകേണ്ടതെന്ന് അയാൾക്ക് അറിയണം. ഇപ്പൊ ഒരു കുതിരയ്ക്ക് വേണ്ടി ചെരുപ്പ് ഉണ്ടാക്കണമെങ്കിൽ കുതിരയുടെ കാലിന്റെ രൂപം അറിയണം. മനുഷ്യന് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ, സ്ത്രീക്ക് വേണ്ടി ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ. അപ്പൊ അതിന്റെ രൂപത്തിലും അതിന്റെ അളവിലും മാറ്റം വരുന്നത് അയാളുടെ ആവശ്യമായി വരുമ്പോഴാണ് അയാൾക്ക് കാലിനെ കുറിച്ച് പഠിക്കേണ്ടി വരുന്നത്. അതായത് ഇന്നത്തെ അറിവ് എന്ന് പറയുന്നത് അയാൾക്ക് ചെരുപ്പിനെ കുറിച്ചാണ്. ചെരുപ്പിന്റെ തുന്നൽ, അത് ഫിനിഷ് ചെയ്യൽ, ഇതാണ് അയാൾക്ക് അറിയുന്നതെങ്കിൽ അയാൾ പുതിയൊരു ചെരുപ്പ് ഉണ്ടാക്കണമെങ്കിൽ അയാൾക്ക് ഈ അറിവ് പോരാ, കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ചെരുപ്പിന്റെ അളവിനെ കുറിച്ച് അറിയേണ്ടതുണ്ട്, ചെരുപ്പിന്റെ ഘടനയെ കുറിച്ച് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഇന്നത്തെ അറിവ് പോരാ, വേറൊരു അറിവ് വേണം എന്നുള്ള രീതിയിലേക്ക് മാറുമ്പോഴാണ് അറിവിന്റെ പോരായിക വരുന്നത്. ഈ അറിവിന്റെ പോരായികയാണ് സത്യത്തിൽ ഈ ജിജ്ഞാസയ്ക്ക് പ്രേരകമാകുന്നത്. അതായത് ഇന്ന് നിലവിലുള്ള എന്റെ അനുരൂപണ ശേഷി പോരാ, കൂടുതൽ അനുരൂപപ്പെടാനുണ്ട് എന്നതിലേക്കുള്ള എന്റെ വികാസമാണ്, എന്റെ എക്സ്റ്റൻഷനാണ്, അറിവിന്റെ പോരായികയാണ് ജിജ്ഞാസയ്ക്ക് കാരണമാകുന്നത്. ഈ അറിവിന്റെ പോരായിക എന്നുള്ളത് പല രൂപത്തിൽ വരാട്ടോ. ഇപ്പോ നമുക്ക് അത്ഭുതം തോന്നുന്നു, ഇതെന്താന്ന് അറിയില്ല, അറിയാത്തതുണ്ട്. ഇപ്പൊ എന്റെ അറിവ് ഇത്രയാണ്, പക്ഷെ ഞാൻ കാണാത്തൊരു കാര്യം, ഒരു മാജിക്കുകാരൻ ഒരു മാജിക് കാണിക്കുന്നു, എനിക്ക് അറിയില്ല, അത്ഭുതം തോന്നി. അപ്പോൾ അതെന്താണെന്ന് ഞാൻ കൗതുകത്തോടു കൂടി നോക്കുന്നു, അത്ഭുതത്തോടു കൂടി നോക്കുന്നു. ഞാനിത് അറിയില്ല, ഇപ്പൊ ഇനി വരാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയില്ല. ആ അറിവില്ലാത്ത സമയത്ത് ഞാൻ വളരെ ആകാംക്ഷയോടെ നോക്കുന്നു. അത് ജിജ്ഞാസയാണ്. ഞാൻ ആകാംക്ഷയോടെ ഒരു സാധനത്തെ കാത്തിരിക്കുന്നു. ഇപ്പോൾ യുദ്ധം നടക്കുന്നു, ആ യുദ്ധഭൂമിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് അറിയില്ല. ആ അറിവ് പോരാത്തത് കൊണ്ടാണ് നമ്മൾ ആകാംക്ഷയോടെ ആ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകൾ ശ്രദ്ധിക്കുന്നത്. അത് മാത്രമാണോ? അല്ല, ആകുലതയുണ്ട് അതിനകത്ത് അല്ലെ. യുദ്ധത്തെക്കുറിച്ച് നോക്കുമ്പോൾ നമുക്ക് ആകുലതയുണ്ട്. അപ്പൊ നമ്മൾ ആകുലമായിട്ട് അയ്യോ ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള പേരിൽ നമ്മൾ അതിനെ ഇങ്ങനെ നോക്കുന്നു, ആകുലത. അപ്പൊ ഇതുവഴിയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ തന്നെ ഈ പുതിയൊരു കാര്യം കണ്ടു കഴിഞ്ഞാൽ, ഒരു പുതുമയുള്ള കാര്യം കണ്ടു കഴിഞ്ഞാൽ ആ പുതുമ എന്നുള്ളത് നമ്മളെ ആകർഷിക്കാറുണ്ട്. ഇപ്പോ നമ്മളൊരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞു, അതിലൊരു അറിഞ്ഞതിലൊരു വ്യക്തതയില്ല. നമ്മൾ ഒരു ഉപകരണത്തെ കുറിച്ച് ഇപ്പോ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്, ചില യന്ത്രങ്ങൾ ഇങ്ങനെ ഒന്ന് കറക്കി വിട്ട് കഴിഞ്ഞാൽ അതിങ്ങനെ നിരന്തരമായിട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ബാറ്ററി വേണ്ട, മോട്ടോർ വേണ്ട, ഇലക്ട്രിസിറ്റി വേണ്ട, ഡീസൽ വേണ്ട, ഒന്നും വേണ്ട, തനിയെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. അതില്
അങ്ങനെ കറങ്ങുമെന്ന് വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചുള്ള അത്ഭുതമാണ്, കൊള്ളാമല്ലോ എന്ന് തോന്നും. അല്പം ശാസ്ത്രം അറിയുന്നവരാണെങ്കിൽ ഊർജ സംരക്ഷണ നിയമം അനുസരിച്ച് ഇതിന്റെ കറക്കത്തിനനുസരിച്ച് ചെലവാകുന്ന ഊർജം പിന്നീട് ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല എന്നുള്ളതുകൊണ്ട് ഇതിന്റെ വേഗം കുറഞ്ഞു വന്നത് അവിടെ നിൽക്കുന്നു അവർക്കറിയാം. പക്ഷെ എന്നാലും അതിനകത്ത് വേറെന്തെങ്കിലും ഒരു സാധ്യതയുണ്ടോ, ടെസ്ലയൊക്കെ പറഞ്ഞതുപോലുള്ള മറ്റൊരു സാധ്യത അതിനകത്തുണ്ടോ എന്നത് അറിയാൻ വേണ്ടിയുള്ള അതിന്റെ ആ അസംബന്ധതയെ ഇപ്പൊ നമ്മൾ കേട്ടു ഒരു കാര്യം, അതിന്റെ അസംബന്ധത ശരിയാണോ, അതിൽ സാങ്കത്യമുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ക്യൂരിയസ് ആവും. ചില കാര്യങ്ങൾ നമുക്ക് ഒരു തരം ചാലഞ്ച് വന്നു, നമുക്കൊരു കാര്യം ചെയ്യേണ്ടി വരുന്നു, ഒരു ജോലി ചെയ്യേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ ഒരു പ്രത്യേക വെല്ലുവിളി വരുന്നു. ആ വെല്ലുവിളി എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ അതിന്റെ സാധ്യതകൾ അന്വേഷിക്കുന്നു. പണമില്ല, പണം കിട്ടാൻ എന്താണ് മാർഗം, നമ്മൾ കുറച്ചു പേരോട് അന്വേഷിക്കുന്നു. പണമില്ല, പണം കിട്ടാൻ എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ബാങ്കിൽ ലോൺ എടുക്കണം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചുളുക്കു വിദ്യകളുണ്ടോ എന്നുള്ളത്. ഇപ്പൊ ചിലപ്പോ നമ്മളിപ്പോ ഒരു പാട്ട് കേട്ടു, ഈ പാട്ട് എന്ന് പറയുന്നത് പാട്ട് വളരെ രസകരമായി തോന്നി. അത് എന്താണ് ഇത്രയും രസകരമായി തോന്നാൻ? അപ്പൊ ഇത് ഞാനുമായിട്ട് എന്തൊരു ബന്ധമുണ്ടല്ലോ, ഈ ബന്ധം എന്താണ് അതറിയാൻ നമ്മൾ ചിലപ്പോൾ അന്വേഷിച്ചു തോന്നും. ഈ അന്വേഷിക്കാനായിട്ട് നമ്മൾ പല വഴികളുണ്ടോ, വായിക്കും, ആലോചിക്കും, അന്വേഷിക്കും. ഇപ്പോ മറ്റേ ഗൂഗിള് ചെയ്യും, അതല്ലെങ്കിൽ ഇപ്പോ ചാറ്റ് GPT യോടോ അല്ലെങ്കിൽ ഏതെങ്കിലും AI ടൂളിനോട് ചോദിക്കും. ഏത് തരത്തിലും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ഒരു ജിജ്ഞാസ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ ജിജ്ഞാസ സത്യത്തില് നമ്മളെ എവിടേക്കാണ് നയിക്കുന്നത്, കൃത്യമായിട്ട് നമ്മളെ ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു വഴിക്ക് നയിക്കുന്നുണ്ടോ അത് എന്നുള്ളത് ഒന്ന് പരിശോധിക്കണം നന്നായിരിക്കും. ചിലതൊക്കെ ഇപ്പോ നമ്മളൊരു ശരിയായ ട്രാക്കിൽ അന്വേഷിച്ച് പോകുന്ന ഒരാളാണെന്ന് ഇരിക്കട്ടെ, അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു പുതിയ അറിവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ബിംബങ്ങൾ ഉണ്ടല്ലോ. മനസ്സ് പലപ്പോഴും ഓർമ്മയെ ആധാരമാക്കിയിട്ടും പരിശീലിത യുക്തിയെ ആധാരമാക്കിയിട്ടും പരിശീലിതമായിട്ടുള്ള പേശികളെ ആധാരമാക്കിയിട്ടും ഒക്കെയാണ് പ്രവർത്തിക്കുക. മനസ്സിന്റെ പ്രവർത്തനത്തെ കുറിച്ച് നമ്മൾ ഇതിനു മുമ്പ് പലതവണ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരമൊരു പ്രവർത്തനം നമുക്കുണ്ടായി. അതിൽ കുറച്ചുകൂടെ ശേഷി ഉണ്ടാക്കുന്ന മനസ്സിന്റെ ആ പ്രവർത്തന മണ്ഡലത്തിന്റെ വളർച്ചയ്ക്ക് കാരണമാകും നമ്മളൊരു പുതിയ കാര്യത്തെ അറിഞ്ഞാൽ. ചെരുപ്പ് തുന്നുന്ന ചെരുപ്പിന്റെ ഈ അളവല്ല, കൂടിയ അളവിൽ നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് ചെരുപ്പിന് ഇന്ന ഭാഗങ്ങളുണ്ട്, ചെരുപ്പിന് ഇന്ന രീതിയിൽ ചെയ്യാം എന്നുള്ളത് നമ്മൾ അറിയുന്ന സമയത്ത് നമുക്ക് അതിനെക്കുറിച്ചുള്ള അറിവ് നമ്മുടെ ഉള്ളിൽ വളരും. ആ ജിജ്ഞാസയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമാണ് ആ അറിവ് ഉണ്ടാവുന്നത്. ആ വളർച്ച ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടെ അടുത്ത തവണ ഒരാൾ പുതിയൊരു ചെരുപ്പിന് ഓർഡർ തന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അത് ഉണ്ടാക്കി കൊടുക്കാൻ നമുക്ക് കഴിയും. നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇനിയിപ്പോ ഒരു പുതിയ ചെരുപ്പ് കിട്ടി, ആ ചെരുപ്പിനെ നമുക്ക് കൈകാര്യം ചെയ്യാനുള്ള ക്ഷമത നമുക്ക് കൂടും. ഇപ്പോ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ ഒരു വ്യക്തി, നമ്മുടെ നാട്ടിൽ സാധാരണ സ്ത്രീകളാണ് പാചകം ചെയ്യുക. പക്ഷെ പെൺകുട്ടികൾക്ക്, ആധുനിക കാലത്തെ പെൺകുട്ടികൾക്ക് പാചകം ഒന്നും അറിയില്ല. സ്ത്രീകളാണ് പാചകം ചെയ്യുന്നത്, അമ്മമാരാണ് പാചകം ചെയ്യുന്നത്. അപ്പൊ അമ്മമാര് പാചകം ചെയ്യുന്നു. ഈ അമ്മമാര് പണ്ട് പെൺകുട്ടികളായിരുന്നു. അവരെങ്ങനെയാണ് ഈ അമ്മമാര് അല്ലെങ്കിൽ വീട്ടമ്മമാര് ഈ പാചകമൊക്കെ അറിയുന്നവരായി മാറിയത്? അവര് പതുക്കെ ഓരോന്ന് ചെയ്ത് എക്സ്പെർട്ടൈസ് ചെയ്ത് ഇങ്ങനെ വന്നതാണ്. അവിടെ അവരുടെ ആ എക്സ്പെർട്ടൈസ് ചെയ്ത സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഇത് ഉണ്ടാക്കാൻ ഇനി എന്താ ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ആദ്യം ശീലനം കൊണ്ടുണ്ടായതാണ്. പിന്നെ അവർ പുതിയ കാര്യങ്ങൾ പഠിക്കും, അവർ അന്വേഷിക്കും, ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് അന്വേഷിക്കും. അതിനനുസരിച്ച് വികസിക്കും. അവരുടെ മനസ്സ് വളരും, അറിവ് വളരും. അതിനനുസരിച്ച് അടുത്ത പ്രാവശ്യം അത് ഉണ്ടാക്കാനും, പുതിയ സാമ്പാർ ഉണ്ടാക്കാൻ, പുതിയൊരു കറി ഉണ്ടാക്കാൻ കഴിയും. അങ്ങനെയുള്ള ഒരാൾക്ക് പെട്ടെന്ന് കറിയിൽ ഉപ്പ് കൂടി കഴിഞ്ഞാൽ ഉപ്പ് കൂടുമ്പോൾ അത് മാനേജ് ചെയ്യാൻ എന്താണെന്ന് ഇയാൾ നേരത്തെ അന്വേഷിച്ച് വെച്ചിട്ടുണ്ടാവും. അന്വേഷിച്ച് വെച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ അയാളുടെ ജിജ്ഞാസ പണ്ട് പ്രവർത്തിച്ചത് കൊണ്ട് ഇന്നത്തെ കാലത്ത് ഉപ്പ് കൂടുമ്പോൾ അതിനകത്ത് കുറച്ച് സവോള അരിഞ്ഞിട്ടാൽ ആ ഉപ്പ് വലിച്ചെടുത്തോളും എന്നുള്ള വളരെ പെട്ടെന്നുള്ള ഒരു പ്രായോഗികതയിലേക്കൊക്കെ എത്താൻ പറ്റും. അതുപോലെ തന്നെ ജിജ്ഞാസ നമുക്ക് വളരെ സൃഷ്ടിപരമായിട്ടുള്ള ക്രിയേറ്റീവ് ഐഡിയാസ് കൊടുക്കും. നമ്മളിതിന് മുമ്പ് കുറെ പ്രാവശ്യം ക്യൂരിയസ് ആയി നമ്മൾ പോയത് കൊണ്ട് ഇന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഉണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാവുന്നത് കൊണ്ട് പുതിയൊരു കാര്യം ഉണ്ടാക്കാൻ, പുതിയൊരു കറി ഉണ്ടാക്കാൻ, പുതിയൊരു ചെരുപ്പ് ഉണ്ടാക്കാൻ, പുതിയൊരു ആശയം ഉണ്ടാക്കാൻ, പുതിയൊരു സെഷൻ ഉണ്ടാക്കാൻ ഒക്കെ നമുക്ക് കഴിയും. അതിന്റെയൊക്കെ ഭാഗമായിട്ട് നമ്മൾ ക്രിയേറ്റീവ് ആയിട്ട് ഈ ലോകം മുഴുവൻ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ ക്യൂരിയോസിറ്റിയുടെ ഭാഗമായിട്ടാണ്. നമുക്ക് പ്രകൃതിയിൽ നിന്നും, പ്രകൃതിയുടെ ചൂടിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം, അല്ലെങ്കിൽ നമുക്ക് പുതിയൊരു ചാലഞ്ച് ഉണ്ട്, നമുക്ക് പെട്രോൾ വാഹനങ്ങൾക്ക് ഇത്രയാണ് മൈലേജ് കിട്ടുന്നത്, ഇതിൽ കൂടുതലാക്കാൻ എന്ത് ചെയ്യാം, കൂടുതൽ മൈലേജ് ഉള്ള വാഹനങ്ങൾ ഉണ്ടാക്കും. അപ്പൊ സൃഷ്ടികരമായുള്ള കഴിവ് കൂടും എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ അറിവിന്റെ ആഴം കൂട്ടാൻ ഒരുപാട് മാർഗങ്ങൾ ജിജ്ഞാസ നമുക്ക് ഒരുക്കി തരും. അതേപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ ഈ മൊബൈൽ കയ്യിൽ കിട്ടി,
മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം എന്താണ് കിട്ടുക? മൊബൈൽ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ആളെ സംബന്ധിച്ചോളം അയാൾ ഇപ്പൊ ചെയ്യാനുള്ള പണി കളഞ്ഞിട്ട് വേറൊരു പണിയിലേക്ക് പോകും. കാരണം വിഷ്വൽ മീഡിയ ആണ്, അതിലൂടെ കേൾക്കുന്ന കാര്യങ്ങൾക്ക് കാണുന്ന കാര്യങ്ങൾ നമുക്ക് ഇമ്പം തരുന്നതാണെങ്കിൽ നമ്മൾ അതിന്റെ വഴി അങ്ങ് പോകും. പോയി കുറെ നേരം കഴിഞ്ഞിട്ടാണ് നമുക്ക് മനസ്സിലാവുക, അയ്യോ ഞാനൊരു കാര്യം ചെയ്യാനാണല്ലോ ഇതിനകത്തേക്ക് വന്നത്, ഇപ്പൊ വഴിമാറിപ്പോയല്ലോ എന്ന് പറയുന്നത്. നമ്മൾ വെറുതെ നമ്മുടെ സമയം ഒരുപാട് വെറുതെ അങ്ങ് പോകും. അപ്പൊ ഇത് ജിജ്ഞാസയുടെ ഒരു ദോഷഫലമാണ്. വേറൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോ ചില വാർത്തകൾ കേട്ടു, വാർത്ത കേൾക്കാനുള്ള മാധ്യമമാണ് ഈ പറയുന്ന യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലായി. വാർത്തകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അതിനകത്ത് ഒരു പ്രത്യേക ചാനലിൽ പുതിയ പുതിയ കാര്യങ്ങൾ തരുന്നു. നമ്മൾ ഉടനെ തന്നെ പുതിയ ചാനലിന്റെ പുറകെ അങ്ങ് പോയി. പുതിയ ജസ്നയുടെ മറ്റേ മൈക്കൊന്ന് ഓഫ് ചെയ്യണേ. ഈ പുതിയ കാര്യങ്ങളുടെ പുറകെ നമ്മൾ പോയി. അപ്പോൾ നമ്മൾ വീണ്ടും വാർത്തകൾ കേട്ടു. ഇപ്പൊ എന്റെ മക്കളൊക്കെ ചില പ്രത്യേക ചാനലുകൾ ഇരുന്ന് ഇങ്ങനെ കാണാറുണ്ട്. അപ്പൊ ഞാൻ അത് ശാസ്ത്രത്തെക്കുറിച്ചുള്ള വളരെ അറിവ് തരുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഞാൻ അവനോട് പറയാറുണ്ട്, ആ പറയുന്ന കാര്യങ്ങളെല്ലാം പുള്ളി എവിടെ നിന്നോ പഠിച്ചുണ്ടാക്കി അവതരിപ്പിക്കുന്നതാണ്. പുള്ളി പഠിച്ചു ഉണ്ടാക്കി അവതരിപ്പിക്കുന്നു. ഇതിന്റെ സാങ്കത്യം, ഇതിന്റെ സാധുത ഇതൊന്നും പുള്ളിക്ക് അറിയില്ല. ഇതൊന്നും പ്രൂവൺ ആണെന്ന് ആരോ പറഞ്ഞു, അധികാരി പറഞ്ഞു, അവർക്കത് അറിയില്ല. അത് കേട്ടിട്ട് അത് ശരിയാണെന്ന് നീ വിശ്വസിക്കുകയല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഇവിടെ അവൈലബിൾ ആണ് എന്നത് മനസ്സിലാക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഡേറ്റ ഇവിടെ അവൈലബിൾ ആണെന്ന് മനസ്സിലാക്കുക. അതല്ലാതെ അതിന്റെ മുകളിൽ വിശ്വസിച്ചു പോകരുത് എന്ന് പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും വ്യാജ വിവരങ്ങൾ നമ്മുടെ ഉള്ളില് കയറുന്നത് ഈ ജിജ്ഞാസ വഴിയാണ്. ഒരു കാര്യമില്ലാത്ത കാര്യത്തിനകത്തുകൊണ്ട് നമ്മൾ തലയിടും. എന്നിട്ട് അതിൽ നിന്നും കുറെ കാര്യങ്ങൾ കിട്ടിയിട്ട് ഇത് സത്യമാണെന്ന് നമ്മൾ വിചാരിക്കും. അപ്പൊ ഇങ്ങനെയുണ്ട്. പിന്നെ ജിജ്ഞാസയുടെ വേറൊരു വഴിയാണ് ഈ അവന്റെ കാര്യങ്ങൾ അറിയുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് അന്യന്റെ കാര്യങ്ങൾ അറിയാനാണ് താല്പര്യം. ആരെങ്കിലും കുറിച്ചുള്ള ഏതെങ്കിലും സിനിമാടിയെ കുറിച്ചുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ നമ്മൾ പോയി അതിനകത്ത് കൊണ്ട് തലയിടും. എന്നിട്ട് അവരെന്താ പറഞ്ഞത്, അവരുടെ കല്യാണം ഇപ്പൊ കഴിഞ്ഞു, അവരുടെ വ്യക്തിവിശേഷങ്ങൾ നമ്മളിങ്ങനെ കുറെ പഠിക്കും. വല്ല പ്രയോജനമുണ്ടോ? ഇല്ല. നമുക്ക് ഒരു കാര്യമില്ല. പലപ്പോഴും നമ്മൾ ഈ ചരിത്രം എന്ന് പറയുന്നതെല്ലാം തന്നെ ഇതുപോലുള്ള ക്യൂരിയോസിറ്റി, അന്ന് എന്താ ഉണ്ടായത്, എവിടെയാണ് ഉണ്ടായെന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ വർത്തമാനകാലത്തിൽ നിന്ന് നമ്മളെ മാറ്റി നിർത്താൻ വേണ്ടിയുള്ള ഓരോ ടൂളുകളാണ്. ചരിത്രം വേണ്ടെന്നല്ല പറഞ്ഞത്. ചരിത്രം എന്നുള്ളത് ശരിക്കും ഹിസ്റ്ററി എന്ന് പറയുന്നത് ഹിസ്റ്റോറിയാണ്. അത് എഴുതിയവൻ ഉണ്ടാക്കിയ സ്റ്റോറിയാണ്. അതിന്റെ സംഗതിയെ നമ്മൾ വിശ്വസിച്ച് വശായി പോകുന്നുണ്ട്. സത്യത്തിൽ വർത്തമാനകാലത്ത് ഇവിടെയുള്ള കാര്യങ്ങൾ എന്ത് എന്ന് അറിയാത്ത ഒരുത്തൻ ഹിസ്റ്ററിയുടെ പുറകെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പോൾ എന്ത് എന്ന് നമുക്ക് മനസ്സിലാവണം, നമ്മുടെ ചുറ്റും എന്താണെന്ന് മനസ്സിലാവണം. ആ മനസ്സിലാകാനുള്ള തുറവി നമുക്കില്ലെങ്കിൽ ഹിസ്റ്ററിയുടെ പുറകെ പോയിട്ട് കാര്യമില്ല. അപ്പൊ അത്തരത്തിലുള്ള ജിജ്ഞാസ ഇതെല്ലാം നമ്മളെ വഴിതെറ്റിക്കുന്നതാണ്. നമ്മളെ വഴിതെറ്റി നമ്മുടെ യാഥാർത്ഥ്യത്തിൽ നിന്ന് കൊണ്ടുപോകും. നമുക്ക് യഥാർത്ഥത്തിൽ അറിയേണ്ടുന്ന കാര്യങ്ങളിൽ നിന്ന് പോകും. നമ്മൾ യഥാർത്ഥത്തിൽ നമ്മുടെ ചുറ്റുപാടുമായിട്ട് എങ്ങനെ അനുരൂപപ്പെടണമോ ആ അനുരൂപനത്തിന്റെ സാധ്യതയിൽ നിന്നും നമ്മളെ വഴിതെറ്റിക്കൊണ്ടുപോകും. വഴിതെറ്റായിരിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ ക്യൂരിയോസിറ്റിയെ പോസിറ്റീവായിട്ട് ചാനലൈസ് ചെയ്താണ്. ഇപ്പൊ ഞാനൊരു കാര്യം അന്വേഷിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കാര്യം കാണുന്ന സമയത്ത് ഞാൻ മൊബൈലിൽ ഒരു കാര്യം കാണുമ്പോൾ അത് കാണാൻ എനിക്ക് താല്പര്യം ജനിപ്പിക്കുന്ന രീതിയിലാണ് അതിന്റെ കൃതി. ഇപ്പോ ഉദാഹരണത്തിന് എനിക്കില്ലാത്തൊരു കാര്യം, ഞാനും എന്റെ ഇണയുമായി ലൈംഗികമായ സംതൃപ്തിയിലാണ് ആണെങ്കിലും പുതുമയുള്ള ഒരു ലൈംഗികതയുടെ പ്രദർശനം ഒരിടത്തുണ്ടെങ്കിൽ എനിക്ക് അത് ശ്രദ്ധിക്കാനുള്ള പ്രേരണയുണ്ട്. എന്റെ അറിവിന്റെ, എന്റെ അനുരൂപനത്തിന്റെ അളവും കഴിഞ്ഞപ്പുറത്ത് നിൽക്കുന്ന എന്തിനോട് എനിക്ക് താല്പര്യം. സത്യത്തിൽ ഇത് കാണുമ്പോൾ നമുക്കുണ്ടാവുന്നത് നമ്മുടെ ഉള്ളിൽ ഒരുതരം ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ ഒരു ജിജ്ഞാസയുടെ പുറകെ പോകുന്ന സമയത്ത് അത് നമുക്ക് നൽകുന്ന ഒരു സംതൃപ്തി ഉണ്ടല്ലോ. അപ്പോൾ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന ഡോപ്പമിൻ പ്രൊഡക്ഷൻ ഉണ്ടല്ലോ, ആ പ്രൊഡക്ഷനാണ് സത്യത്തിൽ ഇതിന്റെ പുറകെ എത്തിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു മൊബൈലിലെ ഒരു വാർത്ത കണ്ടു കഴിഞ്ഞാൽ, മൊബൈലിലെ ഒരു ചിത്രീകരണം റീല് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ പുറകെ പോകുന്നത് അത് കാണുമ്പോൾ ഉണ്ടാവുന്ന നമ്മുടെ ഡോപ്പമിൻ ജനറേഷനാണ്. യഥാർത്ഥത്തിൽ അത് നമുക്ക് വിവരങ്ങൾ നൽകുന്നില്ല, തെറ്റായിട്ടുള്ള വിവരങ്ങൾ നൽകുന്നു, നമ്മളെ പലപ്പോഴും മിസ്ലീഡ് ചെയ്യുന്നു, നമ്മുടെ സമയം കളയുന്നു. ഇതൊക്കെ അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മൾ അതിനകത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. അവിടെയാണ് നമ്മൾ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിലേക്ക് പോകേണ്ടത്. അപ്പൊ നമ്മൾ അതിലേക്ക് അങ്ങനെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നിങ്ങൾ ഇനി എടുത്ത് പരിശോധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ അങ്ങനെ മൊബൈലിൽ ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ പോകുന്ന സ്വഭാവമുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ, ആരുടെയെങ്കിലും അടുത്ത വീട്ടിലെ
കുറ്റമോ കുറവോ പറയുന്നത്, ബന്ധുവിന്റെ കുറ്റമോ കുറവോ പറയുന്നത് കൂട്ടുകാരോ വീട്ടുകാരൊക്കെ കൂടെ കൂടിയിരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിന്റെ പുറകെ പോകുന്ന സ്വഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ, അതൊക്കെ നിങ്ങളുടെ സമയങ്ങളേലാണ്, നിങ്ങളുടെ തലയ്ക്കകത്ത് ചെലുത്താനെ കയറ്റലാണ്. അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്കുണ്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാതെ അത് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറയുന്നത് ആദ്യം തന്നെ അങ്ങനെ ഒന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ ഒരു ചോദ്യം ചോദിക്കണമെന്ന് ഇപ്പൊ തീരുമാനിക്കാം. അപ്പോഴല്ല തീരുമാനിക്കേണ്ടത്, ഇപ്പൊ തീരുമാനിക്കാം. അതായത് ഒരു കാര്യം, നിങ്ങൾക്ക് ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു, നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യപ്പെടുന്നു, അറിവിന്റെ എക്സ്റ്റൻഷന് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധ ഇപ്പോൾ നിൽക്കുന്നിടത്തുനിന്ന് മറ്റൊന്നിലേക്ക് തിരിയാൻ സാധ്യതയുണ്ട് എന്ന് തോന്നിയാൽ ചോദിക്കുക, എന്തിനാണിത് അറിയുന്നത്? ഞാനിത് അറിയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ജ്ഞാനത്തിന്റെ എക്സ്പാൻഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ ധർമ്മം എന്തോ ആ ധർമ്മത്തെ പാലിക്കാൻ വേണ്ടിയിട്ടാണ്. വെള്ളം മറ്റൊരു പാത്രത്തിൽ പകരുന്നത് ആ വെള്ളത്തിന്റെ ധർമ്മമാണ്. ചെരുപ്പ് കുത്തിയുടെ ധർമ്മമാണ്. അതിനുവേണ്ടിയുള്ളതാണ് എക്സ്പാൻഷൻ. അറിവിന്റെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ്, ധർമ്മപൂരണത്തിന് വേണ്ടിയിട്ടാണ്. പക്ഷെ ആ ധർമ്മം പൂരിപ്പിക്കപ്പെടാൻ ഈ ഒരു അറിവ് കാരണമാകുന്നുണ്ടോ? ഞാൻ ഇതിന്റെ പുറകെ, ഞാൻ ഈ സാധനം സ്ക്രോൾ ചെയ്യുന്നതിന്റെ പുറകെ പോയാൽ എനിക്ക് അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഞാൻ എന്തിനാണ് ഇത് അറിയണം എന്ന് വിചാരിക്കുന്നത്? എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ അത് ധർമ്മമാണോ അധർമ്മമാണോ നമുക്ക് തിരിച്ചറിയാൻ കഴിയും. എന്റെ ധർമ്മമാണോ? ഇത് അറിയേണ്ടതുണ്ടോ? ഇത് എന്റെ ജീവിതവുമായിട്ട് ഏതെങ്കിലും തരത്തിൽ ബന്ധപ്പെടുന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ ആരോഗ്യവുമായി ബന്ധപ്പെടുന്നു, അല്ലെങ്കിൽ എന്റെ കുടുംബജീവിതവുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ ആത്മബോധവുമായി ബന്ധപ്പെടുന്നത്, അല്ലെങ്കിൽ എന്റെ സാങ്കേതിക ജീവിതവുമായി ബന്ധപ്പെടുന്നത്, സാങ്കേതിക ശാസ്ത്രവുമായി ബന്ധപ്പെടുന്നത്, ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെടുന്നതാണോ? ആ ഒരു ചോദ്യം ചോദിക്കണം. 2, അതിന്റെ ആധികാരികത എന്ന് പറയുന്നത് എന്താണ്? ആരാണ് ഇതിന്റെ അധികാരി? ഈ കാർബൺ ബേസ്ഡ് ഇക്കോണമി നിയന്ത്രിക്കുന്ന ഈ ഒരു ലോകക്രമം, പുതിയ ലോകക്രമത്തിന്റെ അതോറിറ്റികളാണോ ഇതിന്റെ ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്? ഞാൻ അതിന്റെ പുറകെ പോകേണ്ടതുണ്ടോ? സത്യവുമായിട്ട് ഇത് ബന്ധപ്പെടുന്നുണ്ട്. സത്യമല്ലാത്തതുണ്ട്, ഇങ്ങനെയുള്ള ജനറേഷൻസ് ഉണ്ട്, കൺസ്യൂമറിസത്തെ വളർത്താനായിട്ട് ഇവർ ഇത്തരമുള്ള കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് അറിഞ്ഞവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ. ഇത് നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ? അത് പ്രാധാന്യമുള്ളതാണെങ്കിൽ മാത്രം തിരഞ്ഞെടുക്കുക. അതായത് ഒന്ന്, നിങ്ങൾ സ്വയം ചോദിക്കുക. രണ്ടാമത്, നിങ്ങൾക്ക് അത് പ്രാധാന്യമുള്ളതാണ്, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതാണോ എന്നുള്ളത് നോക്കുക. ആധികാരികമാണോ എന്നുള്ളത് നോക്കുക. മാത്രമല്ല അതിനകത്തേക്ക് അന്വേഷിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു അന്വേഷണം നടത്തി ഇതുകൊണ്ട് പ്രയോജനമുണ്ടോ എന്നുള്ള അന്വേഷിച്ചോളൂ. ഇതുപോലെ നമ്മൾ കുറച്ചു നേരം അതിന്റെ പുറകെ പോയി കഴിഞ്ഞാൽ ഇതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളത് പഠിക്കുക. അതായത് നിങ്ങളിൽ ഇത് മാറ്റം ഉണ്ടാക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ഇത് എക്സ്പാൻഷൻ തരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. അതായത് നിങ്ങൾക്ക് ഇപ്പൊ മൊബൈൽ നോക്കിക്കഴിഞ്ഞാൽ മൊബൈലിലെ റീലുകൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും വികാസം ഉണ്ടാകുന്നുണ്ടെന്ന് തോന്നിയാൽ നിങ്ങളത് കാണുക. ഒരു കാലത്ത് ഞാൻ കുറെ സിനിമകൾ കാണുക, വെറുതെ ഇരുന്ന് സിനിമ കാണും. അന്ന് എനിക്ക് സിനിമയുടെ തിരക്കഥ എഴുതാനും സിനിമ സംവിധാനം ചെയ്യാനുള്ള ഒരു നാടകകാരൻ എന്നുള്ള രീതിയിൽ ഒരു സിനിമ നിർമ്മിക്കാനുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാനത് കണ്ടു. എന്ന് ഞാൻ ആ ഉദ്ദേശം ഒഴിവാക്കിയോ, ഞാൻ എഴുതി വെച്ചുകൊണ്ടിരുന്ന തിരക്കഥ അടച്ചും വെച്ചു, പിന്നെ ഞാൻ ആ വഴിക്ക് പോയിട്ടില്ല. കാരണം അവിടെ അതിനനുസരിച്ചുള്ളൊരു വികാസം എനിക്ക് ഉണ്ടാവില്ല എന്ന് മനസ്സിലായതോടുകൂടി ഞാൻ അവിടെ നിർത്തി. താല്പര്യം തോന്നും, സിനിമ കാണുമ്പോൾ താല്പര്യം തോന്നും, അത് ഉണ്ടാക്കുന്ന രൂപം കാണുമ്പോൾ താല്പര്യം തോന്നും. അതിന്റെ വാസനയുമായി ബന്ധപ്പെട്ടതാണ്. എന്റെ വാസന എന്തിനു വേണ്ടിയിട്ടാണ്? എന്റെ ധർമ്മപൂരണത്തിന് വേണ്ടിയിട്ട്. അപ്പോ എന്റെ വാസന, എന്റെ ധർമ്മം അതിനകത്ത് ഉണ്ടായിരുന്നതായതുകൊണ്ട് ആ ഫാക്കൽറ്റി എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ ഒരു സിനിമ കാണുമ്പോൾ അതിന്റെ നിർമ്മിതി ശരിയാണോ എന്നുള്ളത് നിരീക്ഷിക്കാൻ എനിക്ക് തോന്നലുണ്ടാവും. പക്ഷെ അതിനേക്കാളും കൂടുതൽ അത് എന്റെ ഇന്നത്തെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ, ഞാനത് അറിയണമെന്ന് എന്തുകൊണ്ട് ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് അത് ഇപ്പൊ ഞാൻ അറിയേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലാവുമ്പോൾ ഞാൻ അതിനോടുള്ള യാത്ര നിർത്തും. ഇത് മാത്രമല്ല, ഞാനിപ്പോ കുറച്ച് കാര്യങ്ങൾ അറിയുന്നു, ക്യൂരിയസ് ആയിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് ഒരു വഴി പോയി ആ കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി. എനിക്ക് എന്നോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് പേരോട്ട് ഞാനത് പങ്കെടുക്കും. ഞാനിപ്പോ ചില കാര്യങ്ങളൊക്കെ കിട്ടിയാൽ ഞാൻ വർഗീസേട്ടനെ വിളിച്ചിട്ട് ഞാനത് വെറുതെ എടുത്തിടും. ഇട്ട് കഴിഞ്ഞാൽ വർഗീസേട്ടൻ ആ സാധനത്തെ ഒന്ന് നിരൂപിക്കുന്നത് കാണാം. ഞങ്ങൾ ഏതാണ്ട് ഒരു സ്ട്രീമിലാണ് പോകുന്നത് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാനത് അങ്ങോട്ട് ഇടുന്ന സമയത്ത് ഇത് റെലവെന്റ് അല്ലെങ്കിൽ അദ്ദേഹം അതിന് വലിയ താല്പര്യം കൊടുക്കില്ല. ചിലപ്പോൾ അതിന് മറുപടിയൊക്കെ പറഞ്ഞു ഒരു താല്പര്യം കൊടുക്കില്ല. അങ്ങനെ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് നമ്മുടെ ഒരു ഏരിയ അല്ല, ഞാൻ ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല. അപ്പൊ യുദ്ധവുമായി ബന്ധപ്പെട്ടത് ഞാൻ ഇതിന്റെ പുറകെ പോകേണ്ട കാര്യമില്ല എന്നുള്ളത് ഏതാണ്ട് ധാരണ അത് വർഗീസാറിനോട് ചോദിച്ചപ്പോഴും മറ്റത് എന്നെ അലട്ടുന്നുണ്ടായിരുന്നു, ഇതെന്താ എന്നുള്ളത്. അതിന്റെ പുറകെ പോകേണ്ടതില്ല എന്നുള്ള അദ്ദേഹത്തിനോടുള്ള സംസാരം നടത്തിയപ്പോൾ എനിക്ക് തോന്നി അതിന്റെ പുറകെ പോകേണ്ടതില്ല. കാരണം തലയിൽ വന്ന് വല്ല ബോംബ് വീഴാണെങ്കിൽ വീഴും. ഇനി മൊത്തത്തിൽ നാട്ടിൽ ബോംബ് വീഴുക വല്ല ചെയ്ത് ഇക്കോണമി തീർന്നു കഴിഞ്ഞാൽ അത് നമ്മൾ
അനുഭവിക്കും. അതിനെ കൈകാര്യം ചെയ്യാനുള്ള പക്വതയിലേക്കും പാകത്തിലേക്കും പോവുക എന്നുള്ളതല്ലാതെ നമ്മൾ അതിന്റെ പുറകെ പോകേണ്ടതില്ല എന്നുള്ളതാണ്. അപ്പോ ജിജ്ഞാസ എന്നുള്ളത് നമുക്ക് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നുള്ളത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്നത് നല്ല രീതിയിലാണോ ചീത്ത രീതിയിലാണോ എന്നുള്ളത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. നമ്മൾ പരിശോധിക്കണം. ആ പരിശീലനത്തിന് വേണ്ടിയിട്ട്, അത് പരിശോധിക്കാൻ വേണ്ടിയുള്ള പരിശീലനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതായത് നമ്മൾ ചോദിക്കേണ്ട 2-3 ചോദ്യങ്ങളുണ്ട്. ഒന്ന്, എനിക്ക് ജിജ്ഞാസ തോന്നുന്ന കാര്യങ്ങൾ എനിക്ക് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, എന്നോട് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. അത് മൊബൈൽ ഫോൺ ആണെങ്കിലും ശരി, പുസ്തകമാണെങ്കിലും ശരി, ബന്ധങ്ങളാണെങ്കിലും ശരി, എനിക്ക് ക്യൂരിയസ് ആയി വരുന്ന കാര്യങ്ങൾ, സ്ഥിരമായിട്ട് എന്നിലേക്ക് ക്യൂരിയോസിറ്റി ജനിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു സുന്ദരമായ ഒരു എതിർലിംഗത്തിലുള്ള ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് ആ വ്യക്തിയുടെ ചിത്രത്തോട് എനിക്ക് ക്യൂരിയോസിറ്റി തോന്നുകയാണെങ്കിൽ, അയാളുടെ റീലിനോട് എനിക്ക് ക്യൂരിയോസിറ്റി തോന്നുകയാണെങ്കിൽ ഞാൻ അതിന്റെ പുറകെ പോകും, സ്വാഭാവികമാണ്. അവിടെ ഈ ചോദ്യം ചോദിച്ചു നോക്കൂ, ഇത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, എന്റെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിൽ കോൺട്രിബ്യൂട്ടിംഗ് ആണ്, ഞാനുമായി ഇത് ബന്ധമുണ്ടോ? ബന്ധമില്ലെങ്കിൽ ഈ ലിംഗത്വം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് എനിക്കുള്ളതല്ല. എന്റെ മകൾ അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ വേണ്ടപ്പെട്ട ഒരാൾ ഒരു നൃത്തം ചെയ്തു, ഞാനതൊരു ആസ്വാദനത്തിന്റെ മോഡലാണ്, ഞാനത് കാണുന്നത് അയാളെ അറിയലാണ്. ആ രൂപത്തിൽ കാണുമ്പോഴോ അതൊരാവശ്യമാണ്, അനുരൂപനത്തിന്റെ ഭാഗമാണ്. അപ്പോ നമ്മളോട് തന്നെ ചോദിക്കുക, ഞാനിപ്പോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ അല്ലെങ്കിൽ ഞാൻ ഇടപെടുന്ന ഇടപെടലുകൾ, എന്റെ അന്വേഷണങ്ങൾ, ഞാൻ ഇപ്പോ അയൽപക്കത്തെ ആന്റിമാരൊക്കെ വരുന്ന സമയത്ത് ഞാൻ അവരുടെ കൂടെ ഇരിക്കുന്നു, എന്നിട്ട് അവരെ കൂടെ ഇരുന്ന് അതിനപ്പുറത്തെ വീട്ടിലെ ആന്റിമാരെ കുറിച്ച് കുറെ കുറ്റം പറയുന്നു, ഞാനിത് കൗതുകത്തോടെ കേട്ടിരിക്കുന്നു. ഇതെന്റെ സ്വഭാവമാണെന്നിരിക്കട്ടെ. അത് കാണുമ്പോഴൊക്കെ എന്താണ് ഈ പറഞ്ഞതെന്ന് അറിയാനായിട്ട് ഞാൻ ഇങ്ങനെ ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുന്നു എന്നിരിക്കട്ടെ. ഈ ക്യൂരിയോസിറ്റിയെ നിങ്ങളൊന്ന് ഐഡന്റിഫൈ ചെയ്തിട്ട് അങ്ങനെ ഇരിക്കുന്നത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്, അവരുടെ വിഷയങ്ങളെ ഞാൻ അറിയേണ്ടത് ആവശ്യമാണ് എന്നൊന്ന് നോക്കുക. അതിലേക്ക് ഞാൻ ഇങ്ങനെ എന്നെ കൊടുക്കുന്ന സമയത്ത് ഞാൻ അതിനുവേണ്ടി അത് അറിയാൻ വേണ്ടിയുള്ള എന്റെ പരിശ്രമം, എന്റെ ഊർജത്തെ, എന്റെ സമയത്തെ കളയുന്നുണ്ടോ എന്നുള്ളത് ചിന്തിക്കുക. ഈ രീതിയിലാണ് നമ്മുടെ ക്യൂരിയോസിറ്റിയെ ലിമിറ്റ് ചെയ്യേണ്ടത്. ഇനി അഥവാ ക്യൂരിയോസിറ്റി കുറവാണെന്നിരിക്കട്ടെ, ക്യൂരിയോസിറ്റി കുറവാണെങ്കിൽ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കാനുള്ളത് എന്ന് വെച്ചാൽ അറിവ് വികസിക്കണമെങ്കിൽ ക്യൂരിയോസിറ്റി വർദ്ധിപ്പിക്കും. അപ്പോ ഈ നെഗറ്റീവായിട്ടുള്ള ക്യൂരിയോസിറ്റി ഒഴിവാക്കാനാണ് നമ്മൾ ആദ്യത്തെ ചോദ്യങ്ങൾ ചോദിച്ചത്, ഇതുകൊണ്ട് എനിക്ക് പ്രയോജനം ഉണ്ടോ എന്നുള്ളതൊക്കെ. ഇനിയോ ക്യൂരിയോസിറ്റി കുറവാണെന്നിരിക്കട്ടെ, ഇതിലൊന്നും ഇടപെടാൻ തോന്നുന്നില്ല, അങ്ങനെയാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് വികാസം ഉണ്ടാകേണ്ടത് ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട് ഇപ്പൊ ഉദാഹരണത്തിന് കമ്പ്യൂട്ടർ, ഈ കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനം എനിക്കറിയാം, കമ്പ്യൂട്ടറിന്റെ ഉപയോഗപരമായ കാര്യങ്ങൾ എനിക്ക് എവിടെയെങ്കിലും ഡിഫിക്കൽറ്റി വരുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എനിക്കറിയാം. എനിക്ക് എന്റെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വൈകാരിക പ്രശ്നങ്ങൾ, ആരോഗ്യ പ്രശ്നങ്ങൾ, ഈ ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ച് എനിക്കറിയാമോ എന്നൊന്ന് ചോദിക്കുക. എനിക്കറിയില്ലെങ്കിൽ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാൻ അതിനെ അറിയേണ്ടതുണ്ട്. അറിയില്ലെങ്കിൽ അത് അറിയേണ്ടതുണ്ട്. അപ്പോ ആ അറിയുക എന്നുള്ള പ്രോസസ്സ് എന്റെ ഉള്ളിലേക്ക് നടക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കാം. ഇത് എല്ലാ ആഴ്ചയും ഓരോ തവണ ചോദിക്കുന്നത് നന്നായിരിക്കും. ഈ ചോദ്യം ചോദിക്കുമ്പോൾ നമുക്ക് എവിടെയാണ് നമ്മൾ ലാഗ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് മനസ്സിലാവും. എനിക്ക് എന്തുകൊണ്ട് എക്സ്പാൻഷൻ ഉണ്ടാവുന്നില്ല? ഈ ക്യൂരിയോസിറ്റി എന്നുള്ളത് നമ്മുടെ വളർച്ചയുടെ തുടക്കമാണല്ലോ, നമ്മുടെ അനുരൂപനത്തിന്റെ തുടക്കമാണ്, നമ്മുടെ വളർച്ചയുടെ തുടക്കമാണ്. ആ വളർച്ചയുടെ തുടക്കം എന്നുള്ളൊരു അവസ്ഥ നെഗറ്റീവ് ആകാതിരിക്കണം. വെച്ചാൽ അയൽപക്കത്തെ ആന്റിമാരുടെ കുഴപ്പങ്ങൾ കേൾക്കുന്നതല്ല നമ്മുടെ വളർച്ച. അവിടെ വളർച്ച ഉണ്ടാവുന്നില്ല, തളർച്ചയാണ് ഉണ്ടാവുക. ഒരു കാര്യം ഉണ്ടാവില്ല. നമ്മൾ അത്തരത്തിൽ ഇപ്പൊ സീരിയൽ കാണുന്നവർ അത്തരം കാര്യങ്ങൾ കേട്ടത് ഒരു മനോചിത്രമാക്കി എടുത്ത് അതിനനുസരിച്ച് സ്വന്തം ജീവിതത്തിനെ ഷേപ്പ് ചെയ്യുക എന്നുള്ള പരിപാടിയാണ് അവിടെ ചെയ്യുക. ഇവിടെ നമ്മൾ അത്തരം കാര്യങ്ങൾ ആദ്യം തന്നെ ചോദിക്കുന്നു. അതുകൊണ്ട് നമുക്ക് വളരെ ഗുണമുണ്ടോ, നമ്മുടെ ജീവിതമായിട്ട് കണക്റ്റഡ് ആണോ, ഇല്ലെങ്കിൽ അത് വിട്ടുകളയും. ഇനി നമുക്ക് ജിജ്ഞാസ കുറവാണ്, നമുക്ക് എക്സ്പാൻഷൻ ഇല്ല എന്നുണ്ടെങ്കിലോ ഇത്തരം കാര്യങ്ങൾ എന്തായാലും വേണ്ട. പിന്നെ നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും ചാലഞ്ചിങ് ആയിട്ടുള്ള ഏരിയ ഉണ്ടെങ്കിൽ ആ ചാലഞ്ചിങ് ഏരിയ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നമ്മളൊന്ന് എഴുതുക. നമ്മൾ കണ്ടെത്തണം, ഞാൻ ഒരു ചാലഞ്ചിങ് ഏരിയ ഉണ്ടെങ്കിൽ ആ ചാലഞ്ചിങ് ഏരിയ എന്തുകൊണ്ട് വന്നു എന്നുള്ളത് നിങ്ങളത് എഴുതി വെച്ച് നോക്കൂ. ആ ചാലഞ്ചിങ് ഏരിയ എന്ത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാനില്ലെങ്കിൽ ചാലഞ്ചിങ് ഏരിയ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. ചാലഞ്ചിങ് ഏരിയ എന്താണെന്ന് നിങ്ങൾ ചോദ്യം ചോദിച്ചു, അതിന് ഉത്തരം നിങ്ങൾക്ക് എഴുതാനുണ്ടാവണം.
എഴുതാനില്ലെങ്കിൽ ആ ഉത്തരം കിട്ടുന്നത് വരെ നിങ്ങൾ അന്വേഷിക്കാൻ യോഗ്യരാണ്. അവിടെ നിങ്ങൾക്ക് ഒരു ജിജ്ഞാസയ്ക്കുള്ള സാധ്യതയുണ്ട്. അതെന്ത് എന്ന് നിങ്ങൾ കീനായിട്ട് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണരും. ജിജ്ഞാസുവാകാനുള്ള പ്രധാന യോഗ്യത എന്ന് പറയുന്നത് കാര്യങ്ങൾ നിരീക്ഷിക്കാനുള്ള കഴിവാണ്. ഇപ്പൊ ഒരാൾ നമ്മളോട് വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ അയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം നമ്മൾ കേൾക്കേണ്ടതുണ്ട്. അയാൾ പറയുന്നത് നമ്മൾ ശ്രദ്ധാപൂർവം കേട്ട് കഴിഞ്ഞാലാണ് അതിനകത്ത് ആ പറയുന്ന കാര്യങ്ങളുമായിട്ട് നമ്മൾ അനുരൂപപ്പെടുക. അതിനനുസരിച്ച് പോരായ്ക ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുക. ഇപ്പൊ ഒരാളൊരു കാര്യം പറയുന്ന സമയത്ത് ഞാനിപ്പോ നിങ്ങളോടൊരു കാര്യം പറയുന്നു, ഈ കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാൻ പറയുന്നത് നിങ്ങൾ എങ്ങനെയാ കേൾക്കേണ്ടത്? ഞാൻ പറയുന്നതനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതാനുഭവങ്ങളായി ബന്ധപ്പെട്ട് സങ്കല്പനം ചെയ്തിട്ടാണ് നോക്കേണ്ടത്, അല്ലെ? ആ സങ്കല്പനം ചെയ്ത് നോക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുകയാണ്. ഇപ്പോൾ ചില ക്ലാസ്സുകളിലൊക്കെ കയറി കഴിഞ്ഞാൽ ചില ആളുകൾ സംസാരിക്കാൻ പോലും സമ്മതിക്കില്ല. അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇന്ററാക്ട് ചെയ്തുകൊണ്ടിരിക്കും. ആ ഇന്ററാക്ട് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു സങ്കല്പനവും അതിന്റെ തുടർച്ചയും അതിന്റെ ആ ഒഴുക്കും നഷ്ടപ്പെടുകയാണ് ചെയ്യുക. അപ്പോ ശ്രദ്ധിച്ചു കേൾക്കുക എന്നുള്ളത് ജിജ്ഞാസയ്ക്കുള്ള ഒരു നല്ല വഴിയാണ്. കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. നമ്മൾ അറിഞ്ഞാലാണ് ആ അറിവിനെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയും. നമുക്ക് അറിയാത്തൊരു കാര്യത്തെ എക്സ്പാൻഡ് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പലപ്പോഴും ഡേറ്റ കളക്ഷൻ ഉണ്ടാക്കുന്നത്, നമ്മളൊരു ഡേറ്റ ഉണ്ടാക്കുന്നു, അതിനനുസരിച്ച് അടുത്ത ഡേറ്റ ഉണ്ടാക്കുന്നു, പിന്നീട് ഡേറ്റ ഉണ്ടാക്കുന്നു, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു, വീട്ടിൽ വെക്കുന്നു. ഈ സർട്ടിഫിക്കറ്റ് ജോലിക്ക് പോകുന്നു, നമ്മൾ ഒരു വൃദ്ധത്തിൽ പോകുന്നു എന്നല്ലാതെ നമുക്ക് ഇതുകൊണ്ട് ഗുണമുണ്ടാവില്ല, നമുക്ക് വികാസം ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ അറിവിന് വികാസം ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആദ്യം അറിയണം. അറിഞ്ഞതിനെ വികസിപ്പിക്കാൻ കഴിയും. അപ്പൊ അറിയണമെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ നല്ലൊരു ശ്രോതാവാണ്, നല്ലൊരു നിരീക്ഷകനാണ്, നല്ലൊരു സ്വീകാരിയാകണം. ആ സ്വീകരിക്കുന്ന കാര്യത്തെ സങ്കല്പിക്കണം. അപ്പൊ ഒരാളൊരു കാര്യം പറയുന്നു, ആ പറയുന്ന കാര്യം ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അയാൾ അങ്ങനെ പറയുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. അയാൾ പറയുന്നതിന്റെ സംഗതി എന്താണ്, ആ പറയുന്നതിനകത്ത് കാര്യമുണ്ടോ, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ എന്ത് സങ്കല്പനമാണ് നിങ്ങളുടെ മുന്നിൽ വെക്കുന്നതെന്ന് അറിയേണ്ടതുണ്ട്. അങ്ങനെ അറിയുന്ന സമയത്ത് നമുക്ക് എത്താവുന്ന ഫൈനൽ എൻഡ് എന്താണെന്നറിയാമോ? അയാൾ അങ്ങനെ പറയുന്നു എന്ന്. അയാൾ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയുള്ള, അയാൾ അങ്ങനെ പറയുന്നു. വേറെ ആൾ സംസാരിക്കുമ്പോൾ അയാൾ വേറൊരു രൂപത്തിൽ അയാൾ പറയുമ്പോൾ ഇയാൾ ഇങ്ങനെ പറയുന്നു. ഇത് രണ്ടിടത്തും നമ്മൾ എതിർക്കേണ്ടതില്ല. വ്യത്യസ്ത തലത്തിലുള്ള ഈ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കുന്നത് കൊണ്ട് നമുക്കുണ്ടാവുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള ഡേറ്റകൾ ഇവിടെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവ് നമുക്ക് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ നമുക്ക് വരുന്ന സമയത്ത് ഇതിലെ സത്യം എന്ത് എന്നുള്ള അന്വേഷണം നമുക്ക് ഉണ്ടാകുന്ന കാലത്ത് നമ്മൾ അതിനെ അറിയാൻ നമ്മളുള്ള യോഗ്യരാകും. പിന്നെ പ്രകൃതിയുടെ ഒരു സ്വഭാവമുണ്ട്, നമ്മൾ അറിയാനായിട്ട് നമ്മൾ ഒന്നിനെ ഒതുക്കി വെച്ചാൽ ഇപ്പൊ നിങ്ങൾ തന്നെ അനുഭവിച്ചിട്ടുണ്ടാവും. നിങ്ങൾ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ആ അറിവ് പകരുന്ന പുസ്തകങ്ങളോ വ്യക്തികളോ വീഡിയോകളോ എന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ചേരും. നിങ്ങൾ ഒന്നിനെ അന്വേഷിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുന്നിൽ വരുന്നതൊക്കെ നിങ്ങളെ വഴിതെറ്റിക്കാനുള്ള കുറെ കാര്യങ്ങളായിരിക്കും. നിങ്ങൾക്ക് ഉള്ളിൽ നിന്നും വരുന്ന ഒരു അന്വേഷണം ഉണ്ടെങ്കിൽ അതിന് പാകത്തിലുള്ള കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ എന്റെ മുന്നിൽ പലപ്പോഴും ഞാൻ പുസ്തകം വായിക്കാറില്ലെങ്കിൽ പോലും എന്റെ മുന്നിൽ ഞാൻ ഒരു ആശയത്തെ അവതരിപ്പിക്കാൻ ഒരു വാക്ക് വേണമെന്ന് വിചാരിക്കുന്ന സമയത്ത് ആരെങ്കിലും ചിലപ്പോൾ എന്നെ കാണാൻ വരുമ്പോൾ അവിടെ എൻ്റെ ഒരു പുസ്തകം ഉണ്ടാവും. അപ്പൊ ഞാൻ വെറുതെ എന്താ പുസ്തകം നോക്കട്ടെ എന്ന് പറഞ്ഞ് ഞാൻ നോക്കും. പുസ്തകം വായിക്കില്ല എന്നുള്ളൂ, മറിക്കില്ല എന്നൊന്നുമില്ല. ആ മറിച്ച് ഇങ്ങനെ നോക്കുന്ന സമയത്ത്, കാരണം അവൻ എന്റെ മുമ്പിൽ പുസ്തകം കൊണ്ട് വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പ്രകൃതി എനിക്ക് എന്തോ സാധനം കൊടുത്തു വിട്ടിട്ടുണ്ടോ. ഞാൻ ഇങ്ങനെ മറിച്ച് നോക്കി അടുത്ത് നിർത്തുമ്പോൾ എനിക്ക് വേണ്ടുന്ന ഒരു പദം അവിടെ കിടക്കുന്നുണ്ടാവും. ഈ പദം ഞാൻ എഴുതി വെക്കുകയോ നോട്ട് ചെയ്യുകയോ അവരോട് പറയുകയോ ചെയ്യും. അതിന് എക്സ്പാൻഷൻ കിട്ടുന്നതോടുകൂടി എനിക്ക് 2 ദിവസം മുമ്പ് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിന്റെ അവതരിപ്പിക്കാനുള്ള പദമായിരിക്കും അത്. അതായത് പ്രകൃതി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ മുമ്പിൽ കൊണ്ടുതരും. അപ്പോ ജിജ്ഞാസ ഉണ്ടാവണമെങ്കിൽ ആദ്യം വേണ്ട സംഭവം നമുക്ക് അറിവാണ്. ആ അറിവ് വികസിപ്പിക്കാനായിട്ട് നമ്മൾ തുറന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ട് ഇതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടോ, ഇത് എന്നിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ള ചാലഞ്ച് എന്താണെന്ന് നോക്കുക. ആ ചാലഞ്ച് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് എന്നുള്ള ഒരു ചോദ്യം ചോദിക്കുക. അതിന് ഉത്തരം പറയുന്നത് വരെ നമ്മൾ ക്യൂരിയോസിറ്റിക്കുള്ള ഒരു സാധ്യത അവിടെയുണ്ട്. ഈ അറിവിന്റെ അളവ് കൂട്ടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഉള്ളിൽ ജിജ്ഞാസ ഉണ്ടാവുക. അറിവിന്റെ അളവ് കൂട്ടാനായിട്ട് സാധാരണ രീതിയിൽ പറയുന്ന കാര്യങ്ങൾ പഠിക്കുക എന്നുള്ളതൊക്കെയാണ്. പുസ്തകം വായിക്കുക, നിറയെ പുസ്തകം വായിക്കുക എന്നുള്ളത്. പുസ്തകം വായിച്ചിട്ടുണ്ടെങ്കിൽ എവിടെ നിന്നോ കിട്ടുന്ന സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുക. പുസ്തകം വായിച്ചാൽ ഒരിക്കലും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ അല്ല. ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ അനുരൂപണമാണ്. നമ്മുടെ ശേഷി കൊണ്ട് നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നത് നമ്മുടെ അനുരൂപണമാണ്. നമ്മുടെ അനുരൂപണം കൊണ്ടാണ് നമുക്ക് അറിവുണ്ടാകേണ്ടത്. അത് നമ്മുടെ സഹജബോധത്തിൽ നിന്നാണ് അത് വെളിയിലേക്ക് വരേണ്ടത്. നിങ്ങൾ പുസ്തകം വായിക്കുന്ന സമയത്ത് ഉണ്ടാവുന്നത് എന്താ? ഉറപ്പായിട്ടും പുസ്തകം വായിക്കണം. നമ്മുടെ ചുറ്റുപാടുമുള്ള ഡേറ്റകളെ നമ്മൾ കിട്ടണം എന്നുണ്ടെങ്കിൽ അവിടെ അങ്ങനെ പറഞ്ഞിരിക്കുന്നു, ഇവിടെ എങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് അറിയാനായിട്ട് പുസ്തകം വായിക്കണം.
പക്ഷെ വായനയ്ക്ക് ഒരു പരിധിയുണ്ട്. ആ പരിധി കഴിയുമ്പോൾ നമ്മൾ ഭാഷാപരമായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ, അത്യാവശ്യമായിട്ടുള്ള ഡേറ്റ കിട്ടിക്കഴിയുമ്പോൾ പിന്നെ വായനയുടെ പുറകെ പോകരുത്. കാരണം അക്ഷരത്തിനൊരു സ്വഭാവമുണ്ട്. അത് സത്യമാണെന്നുള്ള രീതിയിൽ നമ്മുടെ ഉള്ളിൽ ബോധനം നടത്താൻ. അത് സത്യമാണ്, ആ വായിക്കുന്ന സാധനം സത്യമാണെന്നുള്ള ബോധം ഉപബോധം അറിയാതെ സ്വീകരിച്ചു കൊണ്ടു. അതുകൊണ്ട് പുസ്തകം വായനയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പോ വായിക്കുക എന്നുള്ളതിനും അപ്പുറത്തേക്ക് നമ്മുടെ നിരീക്ഷണങ്ങൾ കൊണ്ട് ചെല്ലാം. നിരീക്ഷിക്കുന്ന സമയത്ത് അതിന് എന്റെ ഗുരു മണിയേട്ടൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. നിങ്ങൾ എന്ത് കാണുമ്പോഴും ആ കാണുന്ന കാഴ്ചയല്ല, കാണുന്നതിന്റെ പിറകിലെ കാഴ്ചയാണ് കാണുന്നത്, അതിന്റെ തത്വത്തെയാണ് കാണേണ്ടതെന്ന്. നിങ്ങളൊരു കാര്യത്തെ കാണുമ്പോൾ അതങ്ങനെ പറയാൻ കാരണമായ തത്വം, അതങ്ങനെ ആയിരിക്കാൻ കാരണമായ തത്വം എന്ത് എന്നുള്ളത് നിങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് അറിയാൻ കഴിയും. ആ രീതിയിൽ നിരീക്ഷിക്കുക. വായിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, വായിച്ചോളൂ. പക്ഷെ അത് പരിധി കടക്കരുത്. പരിധി കടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അറിവിനെ അത് ഹൈജാക്ക് ചെയ്യും. അറിവ് നിങ്ങളെ ഹൈജാക്ക് ചെയ്യും. കാരണം നിങ്ങൾ വായിച്ചു കിട്ടുന്ന അറിവെല്ലാം തന്നെ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. പിന്നെ നിങ്ങൾ നിരീക്ഷിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങളുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നിരീക്ഷിക്കുക. ആ നിരീക്ഷിക്കുമ്പോൾ കിട്ടുന്ന കാര്യങ്ങൾ, അതിന്റെ പുറകിലെ തത്വത്തെ അറിയാനായിട്ട് ശ്രമിക്കുക. അതിന് ചിലപ്പോൾ വായിക്കേണ്ടി വരും, ചിലപ്പോൾ അതിന്റെ ചരിത്രം പഠിക്കേണ്ടി വരും, അതിന്റെ വേദാന്തത്തിന്റെ വഴി പോകേണ്ടി വരും, അതിന്റെ ശാസ്ത്രത്തിന്റെ വഴി പോകേണ്ടി വരും, ചിലപ്പോൾ ഒക്കെ പോകേണ്ടി വരും. പക്ഷെ അതിനുമൊക്കെ തന്നെ ഈ ഒരു പരിശോധന ഉണ്ടാവണം. ഇത് അതിന്റെ ക്വാളിറ്റി എന്നുള്ളത് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. ഇത് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് അല്ലല്ലോ, സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ്. ആ ഇൻഫർമേഷൻ എന്നുള്ള സംഭവം സത്യത്തോട് നീതി പുലർത്തുന്നതാണോ, ഇതിന്റെ പുറകിൽ ഒരു സാങ്കേതിക യുക്തിയുണ്ടോ എന്നുള്ള ഒരു പരിശോധന നടത്തുന്നത് നന്നായിരിക്കും. ഈ ഞാൻ അറിവിന്റെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിന്റെ ആദ്യ തലത്തിൽ പറഞ്ഞില്ലേ സഹജാവബോധം എന്നുള്ളത്. സഹജാവബോധത്തിനോട് ഒരു ശരിയായ കണക്ഷൻ ഉള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം വെളിയിൽ നിന്നുള്ള ഒരു അറിവ് കിട്ടിയാൽ ശരിയോ തെറ്റോ എന്ന് നിന്ന് വെപ്പിൽ മനസ്സിലാവും. അതങ്ങനെയല്ല, പ്രകൃതിയിൽ അതങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഉള്ളിലേക്കുള്ള അറിവ് വേണമെന്നുണ്ടെങ്കിൽ, ഉള്ളിൽ നിന്നുള്ള അറിവിന്റെ കണക്ഷൻ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ധ്യാനം പോലുള്ള, അതുപോലെ തന്നെ ഈ എന്താ പറയാ മൈൻഡ്ഫുൾനെസ് എന്നുള്ള ആ ഒരു അവസ്ഥയുമായിട്ട് നമ്മൾ ചേർന്ന് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഉള്ളിലുള്ള സഹജമായ അവസ്ഥയുമായി നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ, മുമ്പിൽ കാണുന്ന സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷൻ ശരിയോ തെറ്റോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ശരിയായ അറിവ് നേടാൻ കഴിയുക. ആ ശരിയായ അറിവിലേക്കാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ജിജ്ഞാസ ഫലവത്താകണമെങ്കിൽ, ജിജ്ഞാസ ശുഭകരമായ ഫലവത്താകണമെങ്കിൽ നമുക്ക് ഈ മനനം എന്നുള്ള പ്രക്രിയ, ഇത്തരത്തിലുള്ള ഒരു മനന പ്രക്രിയ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ അത്തരം ഒരു അന്വേഷണം നടത്തുന്ന സമയത്ത് അതിനകത്തിപ്പോ ചെരുപ്പ് പുതിയ രൂപത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ ചെരുപ്പ് കുത്തി തയ്യാറാവുന്ന സമയത്ത് അതിനകത്ത് അയാൾ ഒരു ആനന്ദം കണ്ടെത്താൻ ശ്രമിക്കുന്ന സമയത്താണ് അയാൾക്ക് അതിനെ ശരിയായ രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ കഴിയുക, അല്ലെ? അതായത് ജിജ്ഞാസ നമുക്ക് തരുന്നത് എന്താണ്? നമ്മുടെ ഉള്ളിലൊരു ഡോപ്പമിൻ ജനറേഷൻ ഉണ്ടാവുന്നു, അതുവഴി നമുക്ക് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്നു, അല്ലെങ്കിൽ സംതൃപ്തി ഉണ്ടാവുന്നു. ആ സംതൃപ്തമായ ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ നമുക്ക് അതിനകത്ത് സന്തോഷം കണ്ടെത്താൻ കഴിയണം. നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ സന്തോഷം കണ്ടെത്താൻ കഴിയണം. നമുക്ക് ഒരു പ്രയോജനമില്ലാത്ത കാര്യത്തിൽ നമ്മൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു റീല് സ്ക്രോൾ ചെയ്യുന്ന സമയത്തോ അപ്പുറത്തെ വീട്ടിലെ പരദോഷം കേൾക്കുന്ന സമയത്തോ നമുക്ക് ഡോപ്പമിൻ ജനറേഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നമുക്കുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞത് വിട്ടേക്കുക. അതല്ലെങ്കിലോ അതിനകത്തേക്ക് ഒരു സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷന് പോകുന്നതിന് പകരം അത് നേരിട്ട് അനുഭവിക്കുക. നേരിട്ട് അനുഭവിക്കുന്ന സമയത്ത് അത് നമ്മുടെ അറിവായി മാറും. ഈ ക്യൂരിയോസിറ്റി എന്നുള്ളത് നമ്മളെ എക്സ്പാൻഡ് ചെയ്ത് നമ്മളെ വികസിപ്പിക്കും. സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷനിലൂടെ പോയിട്ടുണ്ടെങ്കിൽ നമ്മളെ വികസിപ്പിക്കുകയല്ല, നമുക്ക് വികസിക്കുന്നുവെന്ന് തോന്നലുണ്ടാവും, നമുക്ക് വികാസം ഉണ്ടാവില്ല. അത് കൃത്യമായിട്ട് മനസ്സിലാവുക. അപ്പോ എനിക്ക് പറയാനുള്ള കാര്യം ഇതാണ്. നമുക്ക് ഈ ജിജ്ഞാസ ദിശയില്ലാതെയായാൽ ജീവിതം വഴിതെറ്റെന്ന് പറഞ്ഞത് നമ്മുടെ പോസ്റ്ററിൽ കൊടുത്തിട്ടുള്ള ഒരു കാര്യം. ഈ ജിജ്ഞാസ എന്നുള്ളത് പോസിറ്റീവായിട്ട് നമുക്ക് ഗുണകരമാണോ അല്ലയോ, അത് എന്റെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണോ അല്ലയോ, എന്റെ സമയം കളയുന്നുണ്ടോ ഇല്ലയോ, എനിക്ക് ശുഭകരമായ അവസ്ഥകൾ തരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കുക. ഇല്ലെങ്കിലോ അതിന്റെ വഴി പോകാതിരിക്കുക. നിങ്ങളിൽ വികാസം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ജിജ്ഞാസ ഉണ്ടാവണം. ജിജ്ഞാസ എന്നുള്ളത് അറിവിന്റെ വികാസമാണ്. അറിവിന്റെ വികാസം എന്ന് പറയുന്നത് ഉണ്ടാവുന്നത് നിങ്ങളുടെ അറിവിനെ തുറന്നു വെക്കുമ്പോഴാണ്. നിങ്ങളുടെ ആദ്യം അറിയണം, അറിവിനെ തുറന്നു വെക്കണം. അപ്പോൾ ഈ അറിവ് വികസിക്കേണ്ടതാണെങ്കിൽ, ഇപ്പൊ ഒരു നിലത്ത് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളം ശാന്തമായി തുലനമാകും വരെ വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു പ്ലെയിനിലാവുമ്പോൾ വെള്ളം നിൽക്കും. അതുപോലെ ക്യൂരിയോസിറ്റി എന്നതുപോലെയാണ്. നിങ്ങൾക്ക് ആ ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടാവുന്ന വരെ, ഡോപ്പമിൻ ജനറേറ്റ് ചെയ്ത് ഗ്രാറ്റിഫിക്കേഷൻ ഉണ്ടായി, ഇത് തൃപ്തികരമായി എന്ന് തോന്നുന്ന വരെ ഈ ജിജ്ഞാസ ഉണർന്നിരിക്കും. അപ്പൊ അതിനു വേണ്ടത് വായനയല്ല, നിങ്ങളുടെ നിരീക്ഷണമാണ്, നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ കൊണ്ടുള്ള നിരീക്ഷണമാണ്, നിങ്ങളുടെ അനുഭവങ്ങളിലൂടെ നിരീക്ഷണമാണ്. അത് അനുഭവിക്കുക, അതിലേക്ക് നിങ്ങളെ തുറന്നു വയ്ക്കുക. അപ്പോൾ അതിനൊരു പരിധിയുണ്ട്. ഈ സെക്കൻഡ് ഹാൻഡ് ഇൻഫർമേഷന് പരിധിയില്ല, അൺലിമിറ്റഡ് ആയിട്ട് പോകും. നിങ്ങളെ തുറന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിധിയുണ്ട്. നിങ്ങൾ എത്ര അറിയേണ്ടതുണ്ടോ, നിങ്ങളുടെ ധർമ്മം എത്രയാണോ അതിനനുസരിച്ചേ അറിയുള്ളൂ. അതിലും അധികം അറിയേണ്ടതില്ല, അറിയാൻ പാടില്ല. അതിനും അധികം അറിയുന്നുണ്ടെങ്കിൽ അത് മിസ്ഇൻഫർമേഷനാണ്, അത് അപജ്ഞാനമാണ്.
നമ്മളിപ്പോ ഈ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും പഠിക്കുന്ന പല കാര്യങ്ങളും പലപ്പോഴും അപജ്ഞാനമാണ്. എന്ന് വെച്ചാൽ നമുക്കുള്ളതല്ലത്. നമ്മളതിനെ സാങ്കേതികമായി അറിഞ്ഞു വയ്ക്കുന്ന സമയത്ത് ആ സാധനം നമ്മളെ വികസിപ്പിക്കുന്നില്ല. പകരം നമ്മളെ മറ്റ് ചില ഇപ്പോ നമ്മളൊരു ഒരു ഒരു ഈ ഒരു പുതിയ ഉപകരണം, എന്താ പറയാ, ഈ കൊതുകിനെ കൊല്ലുന്ന ഒരു ഉപകരണം വന്നല്ലോ. കൊതുകിനെ കൊല്ലുന്ന ഒരു പുക ഉണ്ടാക്കുന്ന സാധനം. ഇപ്പോ ചിലതൊക്കെ അത് കുറവായിട്ടുണ്ട്. എന്നാലും എന്താ ഗുഡ് നൈറ്റ് എന്നോ ഒക്കെ പറഞ്ഞിട്ടുള്ള ചില ഉപകരണങ്ങളൊക്കെ വന്നല്ലോ. അപ്പൊ വന്നപ്പോ നമ്മൾ അതിനെക്കുറിച്ച് ക്യൂരിയസ് ആയി. കൊതുകിനെ കൊല്ലുന്ന ഉപകരണമോ, കൊള്ളാം, നമ്മൾ വാങ്ങിച്ചു വീട്ടിൽ വെച്ചു. ഒരുപാട് പേർക്ക് ലങ് ഡിസീസ് വന്നതല്ലാതെ, കൊതുകൊക്കെ കുറയും, പക്ഷെ ലങ് ഡിസീസ് വന്നു എന്നുള്ളതല്ലാതെ അത് നിങ്ങളുമായിട്ട് ശരിക്കും അനുഭവപ്പെടുന്നതായിരിക്കില്ല. അപ്പൊ ഇത് ഗുണപ്പെടുന്നത് ആർക്കാണ്? അത്തരം ക്യൂരിയോസിറ്റി നമ്മളിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ പ്രവർത്തിച്ചു പോകുമ്പോൾ അതിന് ഗുണമുണ്ടാകുന്നതാണ്. ഇത് വിൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ആളുകൾക്കാണ്. നിങ്ങൾക്കത് ഗുണമുണ്ടാവില്ല. നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ദൂരവ്യാപകമായ ഗുണമുണ്ടോ, ദൂരവ്യാപകമായ ദോഷമുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അത് പരിശോധന നടത്തണമെങ്കിൽ നിങ്ങൾ അതിനകത്തേക്ക് ഇറങ്ങി ചെല്ലേണ്ടി വരും. അപ്പോൾ ക്യൂരിയോസിറ്റി എന്നുള്ള കാര്യം ശരിക്കും ശുഭകരമാണോ, ഗുണകരമാണോ, അത് നിങ്ങളുടെ ധർമ്മവുമായി ബന്ധപ്പെട്ടതാണോ, നിങ്ങളുടെ വാസനയുമായി ബന്ധപ്പെട്ടാണോ, നിങ്ങളുടെ പർപ്പസുമായി ബന്ധപ്പെട്ടാണോ എന്ന് അറിഞ്ഞാൽ മാത്രമേ ആ ക്യൂരിയോസിറ്റി ഉപയോഗിക്കാവൂ. അല്ലാത്ത ക്യൂരിയോസിറ്റി ഉണ്ടാകുന്ന സമയത്ത് അത് ദോഷകരമാണ്. അതിനെ മാറ്റി നിർത്തുക, അത് വേണ്ടെന്ന് വെക്കുക, വേണ്ടാത്തതിന്റെ വഴി പോകാതിരിക്കുക. അത് നിങ്ങളെ വഴിതെറ്റിക്കും. നിങ്ങളെ വഴിതെറ്റിക്കുന്ന വെച്ചാൽ ഈ സമൂഹത്തെ വഴിതെറ്റിക്കും, ഭൂമിയെ വഴിതെറ്റിക്കും, പ്രകൃതിയെ വഴിതെറ്റിക്കും. പ്രകൃതിക്ക് വഴിതെറ്റുമോ എന്നുള്ളത് പിന്നീടൊരു ചോദ്യം. എന്നാലും അതിനെ മുഴുവൻ വഴിതെറ്റിക്കും, ഇംബാലൻസ് കൊണ്ടുവരും. പിന്നെ അത് ബാലൻസ് ചെയ്യിക്കാൻ പ്രകൃതി വീണ്ടും മെനക്കെടേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളുടെ ബാലൻസ് തെറ്റിക്കാതിരിക്കാൻ ശരിയായ ക്യൂരിയോസിറ്റി ഡെവലപ്പ് ചെയ്യുക, അനുചിതമായ ക്യൂരിയോസിറ്റിയെ ഇല്ലാതെയാക്കുക. ഇതാണ് ക്യൂരിയോസിറ്റിയെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇനി ചോദ്യങ്ങളുമായി ബന്ധപ്പെട്ട് മറുപടികൾ പറഞ്ഞ് നമുക്ക് പോകാം. എന്താണെങ്കിലും ക്യൂരിയോസിറ്റിയെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചു തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതായത് നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് അറിയാനുള്ള ജിജ്ഞാസ നിങ്ങൾക്കുണ്ടെന്ന് പരിശോധിക്കും. നിങ്ങൾക്കുള്ള ജിജ്ഞാസ എന്തിന്റെ പുറത്താണ്? റീലുകളുടെ പുറത്താണോ, അതോ സാങ്കേതിക വിദ്യയുടെ പുറത്താണോ, അതോ മാർക്കറ്റ് ഇക്കോണമിയുടെ പുറത്താണോ, അതോ നിങ്ങളുടെ ജീവിതത്തെ പുറത്താണോ? നിങ്ങൾക്കൊരു അസുഖം വരുന്ന സമയത്ത് ഏത് ഡോക്ടറെ അടുത്ത് പോകാന്നുള്ളതാണ് അറിഞ്ഞു വയ്ക്കുന്നത്? അതോ ഈ രോഗം വരുന്നതിന് കാരണം എന്താണെന്ന് എനിക്ക് കൈകാര്യം ചെയ്യാൻ എന്റെ ശരീരത്തിൽ എന്ത് ശേഷിയാണുള്ളത് എന്നതാണ്. അപ്പോ എന്ത് തരം ജിജ്ഞാസയാണ് നിങ്ങളുടെ ഉള്ളിൽ ഉദിക്കുന്നത്? നിങ്ങളുടെ ഉള്ളിലെ ആ ജിജ്ഞാസ എന്നുള്ളത്, കുട്ടികൾക്കാണ് സാധാരണ ജിജ്ഞാസ ഉണ്ട്. നിങ്ങളുടെ ഉള്ളിലെ ജിജ്ഞാസാഭരിതമായ ഒരു ബാലൻ അല്ലെങ്കിൽ ഒരു ബാലിക ഉണ്ടല്ലോ, ആ ബാലികയെ ഉണർത്തി നിർത്തുക. അതിന് തെറ്റുപറ്റാതിരിക്കാൻ ഒരു പാരന്റ് കൂടെ നിൽക്കുക. എന്നിട്ട് ശരിയാണോ തെറ്റാണോ എന്നുള്ള ഒരു വിവേചനം അവിടെ നടത്തുക. ശരി തെറ്റുകൾ ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. എങ്കിലും ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങളെ വഴിതെറ്റിക്കാനാണ്. നിങ്ങൾക്കുള്ളതല്ലെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകാതിരിക്കുക, നിങ്ങൾക്കുള്ളതാണെങ്കിൽ മാത്രം എടുക്കുക. അപ്പൊ ആ ഉള്ളിലെ കുഞ്ഞിനെ സൂക്ഷിക്കുക. നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കുക. നിങ്ങൾക്ക് ഗുണകരമാണോ അല്ലയോ എന്നുള്ളത്. ഗുണകരമാണെങ്കിൽ നിങ്ങളുടെ ചാലഞ്ച് എന്താണ്, ആ ചാലഞ്ചിന് കാരണം എന്താണ് എന്ന് ചോദിക്കുക. കാരണം ഇതിന് നിങ്ങൾക്ക് മറുപടി കിട്ടിയിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ ആ വഴിക്ക് പോവുക. മറുപടി കിട്ടിയിട്ടുള്ളതാണെങ്കിൽ നിങ്ങൾ ആ വഴിക്ക് പോകേണ്ടതില്ല, പിന്നെ അതിനെ എക്സ്പാൻഡ് ചെയ്യേണ്ടതില്ല, അത് അവിടെ നിർത്തുക. ശരിയായ അറിവ് പരിമിതമായ നേടുന്നെങ്കിൽ ഒരു കുഴപ്പമില്ല. തെറ്റായിട്ടുള്ള അറിവ് എത്ര നേടിയാലും കുഴപ്പമാണ്. അതുകൊണ്ട് ശരിയായ അറിവിന്റെ അളവ് ലിമിറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ ക്യൂരിയോസിറ്റിയെ പ്യൂരിഫൈ ചെയ്യുക. ആ ക്യൂരിയോസിറ്റി പ്യൂരിഫൈഡ് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം ബാലൻസ്ഡ് ആയിരിക്കും, തൃപ്തികരമായിരിക്കും, സംതൃപ്തപൂർണമായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ചോദ്യം ഉള്ളിൽ ചോദിച്ചുകൊണ്ട്, നിങ്ങളുടെ ഉള്ളിൽ ശരിയായ ക്യൂരിയോസിറ്റി ഉണ്ടോ എന്നുള്ള ചോദ്യം നിങ്ങളുടെ ഉള്ളിൽ ചോദിക്കുക. എങ്ങനെ എഴുതണം, ഏത് തരത്തിൽ എഴുതണം എന്നുള്ള സംശയങ്ങളുള്ളവർക്ക് ചോദിക്കാം, ഞാനതിന് മറുപടി പറയാം. അപ്പോൾ അതുവരേക്കും ഞാൻ ഈ അവതരണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.